പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഒരു അവസരം തന്ന പാസ്റ്റർ റാണിക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് സോണി. ഞാൻ കുവൈറ്റിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു വചനം പറയാൻ ആഗ്രഹിക്കുന്നു. സാംസ് 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ ഒരു വാക്യം ഞാൻ പറയാൻ കാരണം, ഞാൻ പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു ഓരോ ഓരോ ദാസിമാർ ഇങ്ങനെ പറയുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, എന്നോട് ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും വിചാരിക്കുമായിരുന്നു, ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്, ദൈവം അവരോട് എങ്ങനെയാണ് സംസാരിച്ചത് എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. അപ്പോൾ എനിക്കൊരു വളരെ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നു. അന്നേരം എന്നോട് ദൈവം ഇതിനു മുൻപ് ഞാൻ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, എങ്കിലും വളരെ അതിശക്തമായിട്ട് ഞാൻ കണ്ട ഒരു വാക്യമാണ്. ഒരാള് ബൈബിള് തുറന്നു പിടിച്ചിട്ട് ഈ ഒരു സാംസ് 46:1 ഞാൻ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോഴത്തേനും പയ്യെ ഞാനൊന്ന് കിടന്നൊന്ന് ഉറങ്ങിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു ഒന്ന് ആ ഒരു മയക്കത്തിലോട്ട് പോയപ്പോഴത്തേനും ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു സങ്കീർത്തനമാണ് 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അത് കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ അങ്ങ് ആ ഉറക്കത്തിൻ്റെ ഇതിൽ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് എനിക്കത് ഏത് സങ്കീർത്തനമാണെന്നറിയാം, ഒരു 50 മുന്നോട്ടുള്ളതാണെന്നറിയാം, പക്ഷെ അത് ഏത് വാക്യമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് ബൈബിൾ ഇങ്ങനെ നോക്കിയപ്പോൾ സങ്കീർത്തനം 46:1. അതെനിക്ക് വളരെ ആശ്വാസമായി. അന്നേരം എനിക്കൊരു പുതിയൊരു എനർജി, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യവും ഒരു ബലവും ഒരു ഉറപ്പും എല്ലാം എനിക്കുണ്ടായി. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം. പക്ഷേ എന്നാലും ക്രിസ്തു യഥാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നു. കുഞ്ഞുനാളിലെയൊക്കെയും ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നത്തിൽ കൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടെങ്കിലും അന്നേരം എല്ലാം ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കുഞ്ഞുനാളായിരുന്നപ്പോഴും ബാല്യത്തിലും യൗവനത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പലരും എന്നെ എന്താ പറയണ്ട, കടിച്ചു കീറാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ യോസഫിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു തലമുടിക്ക് പോലും ഒരു അനർത്ഥവും സംഭവിക്കാതെ, ഒരു പ്രശ്നങ്ങളും പറ്റാതെ വണ്ണം ദൈവം വളരെ അതിശയകരമായി അത്ഭുതകരമായി എന്നെ വഴി നടത്തി. അപ്പോഴൊന്നും എനിക്ക് ദൈവത്തിനോടുള്ള ആ ഒരു സ്നേഹമുണ്ട്, പക്ഷേ അത് ആഴമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അതുവരെ ആ ഒരു സ്നേഹം എന്നെ ടച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോരോ മേഖലകളിൽ കൂടെ എല്ലാം കടന്നുപോയപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും മാനസികമായും ഒക്കെ ഒരുപാട് പ്രതികൂലങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സഹിക്കാവുന്നതിലപ്പുറം ഒക്കെ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എന്താ ഇങ്ങനെ ദൈവമേ എന്താ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ അന്ന് നമുക്ക് അത്ര അറിയത്തില്ല. എന്നിട്ട് മുന്നോട്ട് പോകും തോറും പിന്നെ ദൈവത്തോടുള്ള നമ്മൾ പിന്നെ ഇച്ചിരി ഏജായി സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് നാളൊക്കെ ആത്മീയമായിട്ട് വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വചനത്തെക്കുറിച്ചോ മോള് സംസാരിക്കുമ്പോഴും മാക്സിമം ആ പിന്നെ ഇത് കുറച്ച് കുറയ്ക്കണം. അപ്പൊ ഈ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു എൻകറേജ്മെന്റ് തോന്നില്ല, നമ്മളിങ്ങനെ ചിന്തിച്ച് പറയുന്ന പോലെ തോന്നും. മോള് ജസ്റ്റ് കൺട്രോൾ ഇൻ ഹോളി സ്പിരിറ്റ്. മറ്റേ ഇടയ്ക്ക് എക്സ്ട്രാ വേർഡുകൾ ആഡ് ചെയ്യാതെ മോള് കണ്ടിന്യൂസ് ആയിട്ട് പറ, ധൈര്യമായിട്ട് പറ, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ ദൈവത്തോട് അത്രയധികം അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ലോകത്തിലോട്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേനും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എന്നും രാത്രി പ്രാർത്ഥിക്കും. 91-ാമത്തെ സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചേക്കണം, അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു.
ഉം, എനിക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ആ ദൈവത്തോട് അടുക്കാൻ നമ്മളെ സാത്താൻ എപ്പോഴും പുറകോട്ട് വലിക്കുമല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ടിരുന്നത് കൊണ്ട് ശത്രു നമ്മളെ ദൈവത്തിൽ നിന്ന് എങ്ങനെയൊക്കെ അകറ്റാൻ പറ്റുമോ അതെല്ലാം ശത്രു ചെയ്യും. നമ്മളെ ലോകത്തിൽ നമുക്കിപ്പോൾ പാപം ചെയ്യേണ്ട ഒത്തിരി സോഴ്സുകളുണ്ട്. പഴയ കാലം പോലെ അല്ല, ഒത്തിരി എവിടെ നോക്കിയാലും വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും പുറകോട്ട് തിരിഞ്ഞാലും ഫ്രണ്ടിലോട്ട് തിരിഞ്ഞാലും എല്ലാം പാപം നിറഞ്ഞ ലോകമാണ്. നമുക്കതിനുള്ള ഒത്തിരി സോഴ്സുകളും ചാൻസും എല്ലാം നമുക്കുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേനും ദൈവമായിട്ട് അടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും മനസ്സിലുണ്ട്. ദൈവമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തെ ഒത്തിരി സ്നേഹിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല എന്നൊക്കെ ഉണ്ട്. എന്നാലും പക്ഷെ അതിന് മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ലൈഫ് പൊക്കോണ്ടിരുന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മൾ മത ഈ ഉപമ പറഞ്ഞതുപോലെ യേശുപ്പച്ചൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നില്ല. വളരെ വ്യക്തമായിട്ട് അതൊരു സെനാരിയോ പോലെ കണ്ടു. യേശുപ്പച്ചൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ഓർത്തു, ഞാൻ എന്തേലും ഓർത്തിട്ട് കിടന്നിട്ടായിരിക്കും അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടതെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഞാൻ കണ്ടു. അതിനുശേഷം വളരെ ആഴമായി അതെൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് ഞാനാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതുവരെ എനിക്ക് ആത്മീയമായ സുവിശേഷ പ്രസംഗങ്ങളോ പാട്ടുകളോ അതെല്ലാം കേൾക്കുന്നതിനോട് കേൾക്കും, എന്നാൽ വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. 24 മണിക്കൂർ ലോകത്തിലോട്ടായിരുന്നു, സീരിയല്, സിനിമ, അങ്ങനെ എല്ലാ ഇതിലും. അങ്ങനെ ആ ഒരു ഇതിന് ശേഷം പരിശുദ്ധാത്മ വളരെ ശക്തമായി എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ചർച്ചിൽ പോകണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടുക്കണം, ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവത്തില്ല, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ശക്തമായി എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അതിനുശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, നിന്റെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ദൈവകൃപയാൽ ഞാൻ പിന്നെ ആത്മീയമായിട്ട് മുന്നേറാൻ ശ്രമിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും അതുവരെ ചർച്ചിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു ക്ഷീണമാണെന്നും പറഞ്ഞ് അതൊരു ഇതാക്കി ചർച്ചിൽ പോകത്തില്ല. എല്ലാവരും ചർച്ചിൽ പോകുമ്പോഴത്തേനും ഞാൻ ചർച്ചിൽ പോകത്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണമല്ലേ, ദൈവത്തിനറിയാം എന്നുള്ള ആ ഒരു ചിന്തയിൽ അങ്ങനെ കഴിയുമായിരുന്നു. പക്ഷെ അതിനുശേഷം വളരെ ശക്തമായിട്ട് ചർച്ചിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു ദിവസം പാസ്റ്റർ റാണിയുടെ ഒരു മെസ്സേജ് ഞാൻ യൂട്യൂബിൽ കണ്ടു. അതുവരെ ഞാൻ ഈ യൂട്യൂബ് എന്തെടുത്താലും സീരിയൽ, സിനിമ പാട്ടൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. യൂട്യൂബ് തുറന്നപ്പോൾ എന്തിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഫസ്റ്റ് ദിവസം ഇങ്ങനെ പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അത് തുറക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ഞാനത് വിട്ടു. അന്ന് ഫസ്റ്റ് ദിവസം ഞാനത് ഓപ്പൺ ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും പരിശുദ്ധാത്മ വളരെ ശക്തമായി എന്നോട് ഇടപെട്ടു അത് ഓപ്പൺ ചെയ്യാൻ. ഞാനത് ഓപ്പൺ ചെയ്തു. അത് ഫുള്ള് ഞാൻ കേട്ടപ്പം വളരെ വ്യത്യസ്തമായ ആ മെസ്സേജ് എന്നെ ടച്ച് ചെയ്തു. അങ്ങനെ അതിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പാസ്റ്റർ റാണി ആ ഫോൺ നമ്പറിൽ വിളിച്ചു. അന്നേരം ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒത്തിരി സമാധാനം. അതുവരെ എൻ്റെ മനസ്സിലൊരു സമാധാനമില്ല. ഇപ്പോൾ ജോലിയുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമാധാനം മനസ്സിന് സമാധാനമില്ല. അതിനുശേഷം ഭയങ്കരമായ സമാധാനം ലഭിച്ചു. പാസ്റ്റർ എന്നോട് എങ്ങനെ ആത്മീയമായി മുന്നേറണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തന്നു. അതിനുശേഷം പാസ്റ്റർ റാണിയുടെ എല്ലാ മെസ്സേജും പഴയ മെസ്സേജുകളെല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അന്യഭാഷ നമ്മൾ അഭിഷേകം എന്തിനു പ്രാപിക്കണം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വാഞ്ചിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവകൃപയാൽ 2 വർഷം, ഇപ്പോൾ 2 വർഷമായി അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ അതുവരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളെപ്പോഴും ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ, പ്രശ്നങ്ങൾ വരുന്നത്. അതുവരെ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. നമ്മൾ ആ ലോകത്തിലോട്ട് ആ ഒരു പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒഴുകി അങ്ങ് ജീവിക്കും. പക്ഷേ നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ, ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം വരും. അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒത്തിരി ദർശനം കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് ഒത്തിരി കണ്ടിന്യൂസ് കുറച്ച് ദിവസം ഈ ഒത്തിരി പ്രതികൂലങ്ങൾ വരുന്നതായിട്ട് ദർശനം കണ്ടു. അത് കഴിഞ്ഞിട്ട്
പയ്യെ പയ്യെ ഓരോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഒത്തിരി എല്ലാവരും എന്നെ വലിച്ചു കീറി. ഒരു ഒറ്റ മനുഷ്യർ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എനിക്ക് ആരോടും പറയാനും പറ്റില്ല. എല്ലാവരും ഞാൻ കുറ്റക്കാരി എന്ന് പറഞ്ഞു എന്നെ മാറ്റി നിർത്തിയപ്പോഴെല്ലാം എനിക്ക് ഭയങ്കര സഹിക്കാൻ കഴിയുന്നതിലധികം വിഷമമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ കരം എൻ്റെ കൂടെ ഇരുന്നു. എനിക്ക് ഓരോ വചനങ്ങളിലൂടെയും ഓരോ പാട്ടുകളിലൂടെയും എല്ലാം ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരൊഴുക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഓരോ വചനങ്ങളിലൂടെയും ഓരോ പാട്ടുകളിലൂടെയും എല്ലാം ദൈവം എന്നെ ഒത്തിരി വചനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും എന്നെ ആശ്വസിപ്പിച്ചു. എനിക്ക് അത് മതിയായിരുന്നു. ലോകത്തിന് നമുക്ക് തരാൻ കഴിയുന്നതിനെ കഴിഞ്ഞും ഒരു സമാധാനം, ഒരു ദൈവിക സമാധാനം, അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. അങ്ങനെ ഞാൻ ദൈവത്തിൽ ഉറച്ചു. പിന്നെ ഞാൻ തീരുമാനിച്ചു എന്ത് വന്നാലും അങ്ങനെ എനിക്ക് ദൈവത്തോടുള്ള ആ ഒരു വിശ്വാസവും ആ സ്നേഹവും എല്ലാം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലായി ആരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂണറൽ വരെ എല്ലാവരും കാണും. ഇപ്പോൾ ഹസ്ബൻഡാണോ, മക്കളാണോ, അമ്മയാണോ, അപ്പനാണോ, സഹോദരങ്ങളാണോ, നമ്മൾ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാവരും നമ്മുടെ ആ ഒരു ശവം അടക്ക് വരെ ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും അതുവരെ എല്ലാവരും കരയും, വിലപിക്കും, എല്ലാം ചെയ്യും. അത് കഴിയുമ്പോഴത്തേനും ആരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. അന്നേരം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങൾ സുരക്ഷിതമാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തോന്നിയതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചാൽ ഇവിടെയും നമുക്ക് കഷ്ടപ്പാട്, അവിടെയും നമുക്കൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരിത് നമുക്ക് പിന്നെ നമുക്ക് തന്നെ ആലോചിക്കാം, പറയാനില്ല. അങ്ങനെ ഞാൻ ആത്മീയമായിട്ട് മുന്നേറി. പിന്നെ ഞാൻ അത് തീരുമാനിച്ചു എന്ത് വന്നാലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയുള്ളൂ. അങ്ങനെ പാസ്റ്റർ റാണിയുടെ ഇതിൽ ഓരോ ദിവസത്തെ മെസ്സേജും അതൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. എല്ലാം ഞാൻ അതുപോലെ ഫോളോ ചെയ്ത് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുകയും ബൈബിൾ വായിക്കും. നേരത്തെ ഒന്നും ബൈബിളൊന്നും വായിക്കത്തൊന്നുമില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെ വായിക്കും. പിന്നെ കൊണ്ട് ബൈബിൾ അവിടെ വയ്ക്കും, പൊടിയും. പിന്നെ ഇടയ്ക്ക് എങ്ങാനും പൊടിയും തട്ടിയെടുത്ത് വായിച്ചാലേ. പക്ഷേ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. എന്നിട്ട് ടച്ച് ചെയ്യുന്ന ഓരോ വാക്യങ്ങൾ എഴുതി വെക്കും. എന്നിട്ട് രാത്രി പ്രാർത്ഥിക്കുമ്പം കിട്ടുന്ന ആ ഒരു സമാധാനം ഒത്തിരി നേരത്തെ ഞാൻ വിചാരിച്ചത് നമ്മൾ വെറുതെ പോയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് എണീറ്റ് പോയാൽ മതിയെന്ന്. പക്ഷേ പാസ്റ്റർ റാണിയുടെ മെസ്സേജ് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പോയി പിന്നെ ഞാനത് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അന്നേരം നമുക്ക് ആ കിട്ടുന്ന സമാധാനം, സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് ചർച്ചിൽ പോകാനെല്ലാം പ്രശ്നങ്ങളായി. പിന്നെ കുറച്ച് നാൾ ഞാൻ ചർച്ചിൽ പോകാതിരുന്നു. വീട്ടിലിരുന്നെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ലോകത്തിൽ മൊത്തം മുഴുകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ലോകത്തെ പ്രീതിപ്പെടുത്തുന്നവനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ കണ്ണെഴുതുന്നതും ഒത്തിരി മേക്കപ്പ് ഇടുന്നതും അതെല്ലാം ഞാൻ നിർത്തിയിട്ട് പക്ഷേ ഞാൻ എൻ്റെ സ്വയമേ ആണ് അത് ചെയ്തെങ്കിൽ ഞാൻ വീണ്ടും ആൾക്കാർ പറയുമ്പോൾ വീണ്ടും അത് എഴുതും. അത് കുഴപ്പമില്ല, നമ്മുടെ മനസ്സാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങ് ചെയ്യും. പക്ഷേ അത് ശക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ലോകത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ വന്നിട്ടേയില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഫോൺ എടുത്താൽ തന്നെ യൂട്യൂബിൽ നേരത്തെ 3 മണിക്കും 4 മണിക്കും വെളുപ്പിന് 3 മണിക്കും 4 മണിക്കെല്ലാം ഞാൻ ഹിന്ദി സീരിയലെല്ലാം കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ട മനസ്സൊന്നും എനിക്ക് അന്നേരം ഇല്ല. അതിനുശേഷം അഭിഷേകം പ്രാപിച്ച് ദൈവമായിട്ട് അടുത്തതിന് ശേഷം സീരിയൽ കാണാനോ, സിനിമ കാണാനോ, സിനിമാ പാട്ട് കാണാനോ അങ്ങനത്തെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. അതെല്ലാം സത്യം പറഞ്ഞാൽ ഞാനത് വെറുത്തു. പിന്നെ ഞാൻ ഫോൺ യൂട്യൂബ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനത്തെ ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ മുന്നേറുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഒരു ചർച്ചിൽ പോകാൻ തുടങ്ങി. പിന്നെ ആത്മീയമായിട്ട് ദൈവമായിട്ട് അടുക്കുമ്പോഴത്തേനും ഓരോ പ്രശ്നങ്ങളും, ഭൗതികമായിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോയെങ്കിലും പാസ്റ്റർ റാണി എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ നിലം പരിചയാവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെയെല്ലാം ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആരോടും പറയാൻ പോകത്തില്ല. പാസ്റ്റർ റാണി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം നമ്മൾ തന്നെ ദൈവത്തോട് പറയുക. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അതെല്ലാം ഞാൻ
സ്വന്തമായിട്ട് ദൈവസന്നിധിയിലിരിക്കും. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ അതിനെല്ലാം എനിക്ക് വിടുതലാണ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയുവാണെങ്കിൽ തന്നെ അവർക്കൊരു പരിധിയുണ്ട്. ഒരു പരിധിയുണ്ട്. അവർക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ പറ്റും. നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാവും. നമ്മൾ പിതാവാൻ ദൈവത്തോടുള്ള ആ ഒരു നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും വർദ്ധിക്കും. പക്ഷെ നമ്മൾ ഒരാളെ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആത്മീയ വർധന ഉണ്ടാകത്തുമില്ല. നമുക്ക് ദൈവമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകത്തുമില്ല. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ പിന്നെ പിന്നെ ഒരു വിഷയങ്ങൾ നേരത്തേക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അലച്ചു കൂവി എനിക്കറിയാവുന്ന 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വിളിച്ച് പറയും ഇന്ന വിഷയമാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായ വഴിക്ക് അങ്ങ് പോവും. എന്നിട്ട് വീണ്ടും വിളിക്കുമ്പോൾ പറയും ഇന്ന പ്രശ്നം, അത് തീർന്നില്ല, സോൾവ് ആയില്ല, പ്രാർത്ഥിക്കണം എന്ന്. പിന്നെ പിന്നെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരോടും ഒന്നും പറയത്തില്ല. അതിനെല്ലാം ദൈവം എന്നോട് തന്നെ ഡയറക്റ്റ് എല്ലാം ഇടപെടും. ഓരോ വചനത്തിലൂടെ ആയാലും ദർശനത്തിലൂടെ ആയാലും പാട്ടിലൂടെ എല്ലാം അതിനെല്ലാം എനിക്ക് വിടുതലാണ്. അങ്ങനെ എനിക്ക് ഓരോ പാസ്റ്റർ റാണിയുടെ ഓരോ മെസ്സേജും വളരെയധികം എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ വിചാരിക്കുമ്പോൾ അത് പിറ്റേ ദിവസം അത് മെസ്സേജായിട്ട് പാസ്റ്റർ ഇടാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹമായി തീർന്നു. അതുപോലെ തന്നെ നേരത്തെ ആണെങ്കിലും ഞാൻ പരിശുദ്ധാത്മ പ്രാപിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ സ്നാനപ്പെട്ടിട്ട് മാത്രം ഒരു ദൈവ പൈതൽ സ്നാനപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചിട്ട് ചിലരൊക്കെയും വിചാരിക്കുന്നുണ്ട് നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുണ്ട്. ഞാൻ ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നേരത്തെ ഞാൻ അങ്ങനെ വിചാരിച്ചേ. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അഭിഷേകം പ്രാപിക്കുവാണെങ്കിൽ അതനുസരിച്ച് പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം, ഒത്തിരി പ്രശ്നങ്ങൾ വരും, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി പേരുടെ വായിൽ നിന്ന് കേട്ടു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സ്നാനം എടുത്തു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെള്ളത്താലും ആത്മാവിലാലും ജനിക്കാത്തവൻ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് യേശുക്രിസ്തു നിക്കോദോമസിനോട് പറഞ്ഞതുപോലെ ശരിക്കും നമ്മൾ ജലത്തിൽ സ്നാനമെടുത്ത് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിച്ചിട്ട് നമ്മൾ തോന്നിവാസം പോലെ നടന്നിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വളർച്ചയുണ്ട്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ നടക്കണം. അപ്പം നമ്മൾ ദൈവ പൈതലിന് ഓരോ ഇത് വെച്ചിട്ടുണ്ട്, ഓരോ നിയമങ്ങൾ ദൈവം വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എല്ലാം ആയി എന്നല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നിയ പോലെ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ ചട്ടങ്ങളും ദൈവത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പോർക്കളത്തിൽ ഓടാൻ പറ്റൂ. നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന ആൾക്കാരോട് മാത്രമല്ല, അവരിപ്പോൾ എന്തു പറഞ്ഞു, അവർ നമുക്കെതിരെ പറഞ്ഞു, അവർ നമ്മളോട് പ്രശ്നമുണ്ടാക്കി, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോക ദുഷ്ടാത്മ സേനകളോടുമാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഞാൻ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. നേരത്തെ എനിക്ക് ക്ഷമിക്കേണ്ട കഴിവില്ലായിരുന്നു. ഞാൻ മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതെപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുമായിരുന്നു. അത് 2-3 പേരോട് പറയും, അങ്ങനെയാണ് ഇങ്ങനെ, അവരോട് എനിക്ക് ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ ഒരു ബോധം നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ ഓരോ ദിവസവും നമുക്കത് തരും. നമ്മളിപ്പോൾ ഒരാളോട് കള്ളം പറഞ്ഞു എങ്കിൽ നമുക്ക് അന്നേരം നമ്മുടെ മനസ്സിൽ കുറ്റബോധം തോന്നും, കുത്തുകൊള്ളും. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ എന്തേലും ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ കിടന്ന് ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടോ ഒക്കെ ചെയ്യും. പക്ഷേ പെട്ടെന്ന് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാവും. അന്നേരം നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നോട്ടത്തിൽ കൊടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. നമ്മൾ നീതിമാനാണെന്ന് ഒരിക്കലും പറഞ്ഞിരിക്കരുത്. ഞാൻ അങ്ങനെ ആ ഒരു രീതിയെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഓരോ വഴികാട്ടിയായിരുന്നു. എല്ലാം എന്നെ പഠിപ്പിച്ചു. നേരത്തെ ആണെങ്കിലും എനിക്ക് കുറ്റബോധമോ താഴ്മയോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ പക്ഷേ എനിക്ക് അതനുസരിച്ച് ആ ഒരു ലെവലിൽ നിന്നും ഒത്തിരി താഴ്മയോടെ എല്ലാവരോടും സംസാരിക്കാനും ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ്, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ, ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ അതൊരു പോസിറ്റീവായിട്ട് എടുക്കേണ്ട ആ ഒരു കൃപ, ആ ഒരു തെളിവ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നത്,
നിങ്ങൾ സ്നാനപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം. ചിലരോട് ഞാൻ ചോദിച്ചു, അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, അന്യഭാഷയുടെ ആവശ്യം ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്യഭാഷ വേണം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നമുക്ക് അന്യഭാഷ പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടാൽ മാത്രം മതിയെന്ന്. പക്ഷേ ഞാൻ അവർക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വളരെ വ്യക്തമായി കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. അന്നേരം ഒന്നും അവർക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവർ പറയുന്നു അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. അതുപോലെ നമ്മൾ കേട്ട ഈ വചനം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുക, നമ്മളിൽ വന്ന ആ യേശുവിൻ്റെ സമാധാനം, ആ സ്നേഹം, അതെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറയുക. നേരത്തേക്കാണെങ്കിലും എനിക്ക് യേശുപ്പച്ചനെ കുറിച്ച് എല്ലാവരോടും പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആരോടും പറയത്തുമില്ലായിരുന്നു. ഇപ്പോൾ മിക്കവരിലും കാണപ്പെടുന്നതാണ് നമുക്ക് പെന്തക്കോസുകാരെന്ന് പറയാം, മറ്റുള്ളവരോട് പറയാൻ ഒരു നാണക്കേട്. ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് നമ്മൾ പെന്തക്കോസാന്ന് പറയാൻ ഒരു നാണക്കേട്. കാരണം അവർ പറയുന്നത് പെന്തക്കോസാന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ ജീവിതമില്ല. അവർ ആ തോന്നിവാസം ബാക്കിയുള്ള നാമധേയ ക്രിസ്ത്യാനികളിൽ നിന്നെല്ലാം നാമധേയ ക്രിസ്ത്യാനികൾ വളരെയധികം ദൈവഭക്തിയോടെ ജീവിക്കുന്നു. പക്ഷേ ഇന്ന് പെന്തക്കോസുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ഒത്തിരി പേരിൽ നിന്ന് കേൾക്കാനുണ്ടായി. പക്ഷേ ഞാൻ അവരോടെല്ലാം പറഞ്ഞു, ഓരോ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ ഈ യേശുപ്പച്ചനെ ഇങ്ങനെ കണ്ടുമുട്ടിയതും എങ്ങനെയാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റിയതും ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്നെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അവരവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് ദൈവം കൊടുത്തോളും, നമ്മൾ ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അവരോടെല്ലാം പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഒത്തിരി പേര് ആത്മീയമായിട്ടും മുന്നോട്ട്, അതായത് അഭിഷേകം പ്രാപിച്ചിട്ടും വീണ്ടും ലോകത്തോട് പോയവരോടും അവരെയും എൻകറേജ് ചെയ്യാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, ഇങ്ങനെ ആയാൽ പറ്റത്തില്ല, നമ്മൾ ഇത്രയും ആയിട്ട് കർത്താവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിതി വളരെ ശോചനീയകരമായിരിക്കും എന്നെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചിലരെല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യും, ചിലരെല്ലാം ആ ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് അത് വേറൊരു ചെവി കൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും അവരതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അങ്ങനെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ നേടാനൊന്നുമില്ല. നമുക്ക് പണമോ പ്രതാപമോ ഒന്നും നമ്മുടെ കൂടെ വരത്തില്ല. നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കൂരിരുളിൻ്റെ അവസ്ഥയിൽ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. കർത്താവായ യേശുപ്പച്ചൻ മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. നമ്മുടെ എല്ലാ അവസ്ഥകളിലും, നമ്മുടെ എല്ലാ കുറവുകളും, നമ്മുടെ എല്ലാ പരിമിതികളും എല്ലാം മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്ന ഒരേ ഒരാള് കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ, ലോകത്തിൽ ആശ്രയിക്കാതെ, ലോകത്തിന്റെ പ്രതാപങ്ങളിലും സുഖങ്ങളിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ആദ്യമൊന്നും നമ്മൾ ഈ പറയുമ്പോൾ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളത് ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക, മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ ആ പ്രെയർ റിക്വസ്റ്റ് കൊടുക്കാതെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് സമയമില്ലെന്നും പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രെയർ റിക്വസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പോവും. എന്നിട്ട് നമ്മൾ അവരെ വിളിച്ചു ചോദിക്കും, ആൻറ്റി പ്രാർത്ഥിച്ചോ, എനിക്ക് ഇതായില്ലല്ലോ, പ്രാർത്ഥിച്ചില്ലേ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അവരോട് വിളിച്ച് പറയും. നേരത്തെ ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. പിതാവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ മക്കളായ നമ്മളെല്ലാവരും അവൻ്റെ സന്നിധിയിൽ അപ്പനോട് ഡയറക്റ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും നമ്മൾ ഓരോരുത്തർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടുക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് ഒരു വട്ടം അത് മനസ്സിലായില്ലെങ്കിൽ 1 2 വട്ടം വായിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ അത് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ബലഹീനതകളുണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കേണ്ട ഒരു കഴിവ് തരണം. അല്ലെങ്കിൽ ഇന്ന ബലഹീനത എനിക്കുണ്ട്, അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് കഴിവ് തരണം, കൃപ നൽകണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ലൈഫിലെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. ദേഷ്യം അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങ് അറിയാത്തതായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, ഈ ബലഹീനതകളെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് കൃപ നൽകണേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അന്നേരം ദൈവം അതിനുള്ള കൃപ നൽകും. നമ്മുടെ എല്ലാ ബലഹീനതകളും ദൈവത്തിനറിയാം. നമ്മൾ നിരൂപിക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവം അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ ബലഹീനതകളും എല്ലാം, നമ്മുടെ പരിധികളും എല്ലാം ദൈവത്തിനറിയാം. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഒത്തിരി നേരം ഇരിക്കുക. ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥനയാണ്. നമ്മൾ കിട്ടുന്ന സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കുക. നമ്മൾ ഏകാഗ്രതയോടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ദൈവത്തോട് പറയുക, ദൈവമായിട്ട് അടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ആത്മീയമായൊരു ഉയർച്ച ഉണ്ടാകും. അല്ലാതെ നമ്മൾ സാധാരണ ഒരു ക്രിസ്ത്യാനിയെ പോലെ എല്ലാ സൺഡേയും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രെയർ കഴിയുന്നുണ്ട്, തിരിച്ചു വരുന്നു, പിന്നെ നമുക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. മിക്കവരിലും കാണുന്ന ഒരു, ഞാനും നേരത്തെ അങ്ങനെയായിരുന്നു, മിക്കവരിലും കാണുന്ന ഒരു പ്രവണതയാണ് സൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ പള്ളിയിൽ പോവും, പിന്നെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അടുത്ത ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ പള്ളിയിൽ പോവും, അന്നേരം പോയി ഹല്ലേലൂയ സ്തോത്രം, അത് പിന്നെ അതനുസരിച്ച് നമ്മൾ പോവും. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, എപ്പോഴും ദൈവമായിട്ട് നമുക്ക് ടച്ച് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ഏത് നിമിഷവും പിശാച് നമ്മളെ ലോകത്തോട് കൊണ്ടുപോകും. നമ്മുടെ കൺമോഹമാണോ ജഡമോഹമാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് വിധനയും നമ്മളെ ശത്രു ട്രാപ്പിലാക്കാൻ നോക്കും. അതെല്ലാം നമ്മൾ കണ്ടറിയണം. അത് നമ്മൾ ദൈവത്തോട് കൃപ ചോദിച്ച് വാങ്ങണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇൻ കേസ് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ പോലും അപ്പം തന്നെ നമ്മൾ ദൈവത്തോട് അത് ക്ഷമ പ്രാപിക്കണം. അവരോടായാലും നമ്മൾ മാക്സിമം ദേഷ്യം പക ഒന്നും വെച്ചുകൊണ്ടിരിക്കല്. നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് എപ്പോഴും, നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കും അവരെന്താ അങ്ങനെ എന്നും പറഞ്ഞ് അവർ പറയുന്നതിനെ കഴിഞ്ഞും 10 ഇരട്ടി ഞാൻ പറയുമായിരുന്നു, അവരോട് ക്ഷമിക്കത്തുമില്ല. ഞാനത് വർഷങ്ങളോളം ആ ഒരു പ്രശ്നം മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്ക് ദൈവം അതൊരു സെനാരിയോ പോലെ എനിക്ക് കാണിച്ചു തരും. ഇന്ന ആളോട് ഇങ്ങനെ ചെയ്തത്, ആ ഒരു സെനാരിയോ ഫുൾ എനിക്ക് കാണിച്ചു തരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഞാൻ പിന്നെ പിറ്റേന്ന് അവരെ കാണുമ്പോഴത്തേനും അവരോട് നന്നായിട്ട് സംസാരിക്കും, സോറി പറയും, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. നമ്മൾ സ്നാനപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിൻ്റെ അവകാശിയായി തീരാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു ആത്മീയ വളർച്ച വേണം. അല്ലാതെ നമ്മൾ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ചർച്ചിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആത്മീയ ഗ്രോത്ത് വേണം. നമ്മൾ ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അല്ല, നേരത്തെയൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇങ്ങനെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം നമ്മളോട് ഇടപെടത്തില്ല, വലിയ വലിയ ആൾക്കാരോട് മാത്രമേ ദൈവം ഇടപെടുള്ളൂ എന്നൊക്കെ എനിക്ക് വളരെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് റിയലായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തരാറുണ്ട്. ചില സമയങ്ങളിലൊന്നും ചില സമയങ്ങളിൽ ശത്രു ഹൃദയത്തോട് ഭയങ്കരമായിട്ട് പോരാടാറുണ്ട്. ചിലപ്പം പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. ചിലപ്പം ഭയങ്കര അറിയാത്ത മാനസിക വിഷമങ്ങൾ, അങ്ങനെയെല്ലാം പിശാച് കൊണ്ടിടും. നമുക്കറിയാൻ പറ്റത്തില്ല ശത്രു എങ്ങനെയാണ് നമ്മളോട് ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്ത് പോരാടുന്നതെന്ന്. ശത്രു അലറുന്ന സിംഹം പോലെയാ ഓരോരുത്തരെയും വിഴുങ്ങുവാൻ ഭാവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, പലരും ഈ പോർക്കളത്തിൽ ഓടിയിട്ട് പട്ടുപോയി അവരവരുടേതായ ഇതിൽ സാത്താൻ തള്ളിയിട്ടപ്പോൾ സർവശക്തനായ ദൈവം ഇത്രയും, ഞാൻ എപ്പോഴും വിചാരിക്കും സർവശക്തനായ ദൈവം എൻ്റെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ ദയയാൽ ഇത്രത്തോളം എന്നെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ എപ്പോഴും സ്തോത്രം ചെയ്യും. അതുപോലെ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല, ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ്, എന്നെ കഴിഞ്ഞും യോഗ്യതയുള്ള എത്രയോ പേര് എൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ, കൂട്ടുകാരിൽ എന്നെ കഴിഞ്ഞും യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ കണ്ടു. രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ ജനവുമായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ ലോകത്തിൽ നശിച്ചു പോകേണ്ടതായിരുന്നു. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാനും അങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷെ ആ ദൈവത്തിൻ്റെ ദയ എന്നെ പോകാത്തത് കൊണ്ട് ദൈവം എന്നെ ഓരോ നിമിഷവും, പലപ്പോഴും ദൈവത്തെ വിട്ടു പോയിട്ടും പലപ്പോഴും ആ സ്നേഹം ദൈവം സ്നേഹമാണെന്നറിയാം, എങ്കിൽ പോലും ആ സ്നേഹത്തെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം പോയിട്ട് പോലും ആ ദൈവം കൈവിടാതെ വീണ്ടും ആ മാറോടണച്ച സ്നേഹം ഞാൻ മിക്കപ്പോഴും ഒക്കെ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ഓർക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണു നിറയും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കിപ്പോ ജോലിയുണ്ട്, കാര്യമുണ്ട്, അതൊന്നും അല്ല. എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാ, ഈ ലോകത്തിൽ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂണറൽ വരെ എല്ലാവരും വരും. അത് കഴിഞ്ഞാൽ ആരും എന്നെ ചിലപ്പോൾ ഓർക്കത്ത് പോലും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് മറന്നുപോകും. ഇപ്പം മക്കളെ ആയാലും ഞാൻ പലപ്പോഴും വിചാരിക്കുന്നതാ, വളരെ ബുദ്ധിമുട്ടി മക്കളെയെല്ലാം നമ്മൾ ഉറക്കം ഒളിഞ്ഞും ഒക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. ഇന്നത്തെ, പ്രത്യേകിച്ച് ഞാൻ എല്ലാവരെയും പറയുന്നതല്ല, ഇന്നത്തെ ഒരു തലമുറ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ തലമുറയിലൊക്കെ ആണെങ്കിൽ മാതാപിതാക്കളെ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കുമെങ്കിലും ചെയ്യും, അവരോടുള്ള ഒരു സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ
അവർ ഫുൾ ടൈം ലോകത്തിലാ, ഈ ടാബിനും മൊബൈലിലും സോഷ്യൽ മീഡിയയിലാ. അവരോട് ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അവരുടെയൊക്കെ തലയിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നോ, അവരൊരു കല്യാണം കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ നോക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അവരിലൊന്നും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന, അവരിലൊന്നും പ്രത്യാശ വെക്കാതെ നമ്മുടെ നല്ല കാലത്ത് സൃഷ്ടാവിനെ നമ്മൾ ഓർത്തു ആ ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയം വെക്കുവാണെങ്കിൽ അവൻ അന്ത്യത്തോളം നമ്മുടെ നടത്തും. ഈ ബൈബിളിൽ പറയുന്ന കൂട്ട് നമ്മൾ എപ്പോഴും വായിക്കുന്നതാ, എല്ലാവരും പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാ, ഈ ലോകം മുഴുവനും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടിയിട്ടും ഒന്നും നമുക്ക് കിട്ടത്തില്ല, ഒന്നും നമ്മുടെ കൂടെ വരത്തില്ല. എത്ര പണമുണ്ടെങ്കിലോ പ്രതാപമുണ്ടെങ്കിലോ എത്ര പേര് സമ്പാദിച്ചെങ്കിലോ നമുക്ക് എത്ര റിലേറ്റീവ്സ് ഉണ്ടെങ്കിലോ നമുക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലോ അതൊന്നും നമ്മുടെ കൂടെ വരത്തില്ല. ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നാൽ 5 ദിവസം ഒന്ന് നല്ലപോലെ പനിച്ചാൽ നമ്മുടെ സൗന്ദര്യം എല്ലാം പോവും. അന്നേരം നമ്മളെ സ്നേഹിക്കുന്നവരാരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. നമുക്കൊരു പൈസ ഇല്ലാണ്ട് പോയാൽ ആരും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മളെ തള്ളി പറഞ്ഞിട്ട് പോകും. പക്ഷെ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ പണമോ പ്രതാപമോ സൗന്ദര്യമോ ഒന്നും വേണ്ട, അവനെ സ്നേഹിക്കുക മാത്രം മതി. നമ്മളെപ്പോഴും കാണുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പാസ്റ്റർ റാണി ഇടയ്ക്ക് പറഞ്ഞതാണ്, ഒരേ ഒരു ഇത് മാത്രമേ ദൈവത്തിനുള്ളൂ, അവനെ സ്നേഹിക്കുക. അവനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിനെ നമ്മൾ ആരാധിക്കുക, സ്നേഹിക്കുക. അത് മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ കറുത്തവരാണോ, നമ്മൾ വെളുത്തവരാണോ, നമ്മൾ ഏത് ജാതിയാണോ, നമ്മൾ ഉയർന്നവരാണോ താഴ്ന്നവരാണോ, അങ്ങനെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആ ഒരു സ്നേഹം, ദൈവമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനതയെ ദൈവം വഴി നടത്തിയ ആ വിധങ്ങൾ. ദൈവം എത്രമാത്രം സ്നേഹിച്ച് അവരെ ആ മരുഭൂമിയിൽ അവർക്ക് ഒരു കുറവും വരാതെ വണ്ണം അവരോട് ഫുഡ് പാകം ചെയ്ത് കഴിക്കാൻ പോലും ദൈവം പറഞ്ഞിട്ടില്ല. കാടയും മന്നയും അവർക്ക് അന്നന്ന് വേണ്ടത് ദൈവം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ ജനം ദൈവത്തെ മറുത്ത് മത്സരിച്ചപ്പോൾ ദൈവം അവരോട് പ്രതികാരം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും അത്രയും ദയോടെ അവരോട് സംസാരിക്കുകയും അവരെ ചേർക്കുകയും ചെയ്യുന്ന ആ ഒരു കരുണ നമുക്കറിയാൻ പറ്റുന്നു. ഇന്നും ആ ഇസ്രായേൽ ജനതയോട് ദൈവത്തിനുള്ള കരുണ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ലോകത്തിലെ ഒന്നിലും, നമ്മുടെ പ്രതാപത്തിലോ നമ്മുടെ സ്വത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ റിലേറ്റീവ്സിലോ നമ്മുടെ പെരുപ്പത്തിലോ ഒന്നിലും നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അവനാണ് നമ്മുടെ ഉപനിധി, അവൻ ജീവപര്യന്തം നമ്മളെ വഴി നടത്തും. അല്ലാതെ നമ്മൾ എന്ത് ആശ്രയിച്ചിട്ടും നമ്മളല്ല ഒരു ദിവസം ആ അന്ത്യന്യായ വിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്, അന്ത്യന്യായ വിധിയിൽ നമ്മളിവിടെ കാണിച്ചിട്ട് നമ്മൾ ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് നമുക്ക് തോന്നിവാസം പോലെ എല്ലാം നമ്മൾ കാണിച്ചു കൂട്ടി നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാതെ ദൈവത്തെ സ്നേഹിക്കാതെ നമ്മൾ സാധാരണ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് അവർ കാണിക്കുന്ന പോലെ നമ്മൾ പെന്തക്കോസാന്ന് പറഞ്ഞ് ദൈവനാമം ദുഷിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതിഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മുടെ ആ ഒരു വളർച്ച, ആ സ്പിരിച്വൽ ഗ്രോത്ത്, അത് നമ്മൾ മുറുകെ പിടിച്ച് ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മാത്രം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് ബലഹീനത വന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു കഷ്ടങ്ങളും ദൈവം തരാറില്ല. നമുക്ക് എന്ത് മനപ്രയാസം വന്നാലും കുറച്ചു നേരം നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതിന് വിടുതലാണ്. അതെന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. എന്ത് പ്രതികൂലങ്ങളും എന്ത് മനസ്സ് പൊട്ടുന്ന പ്രശ്നങ്ങളോ എന്ത് വന്നാലും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ചു കഴിയുമ്പം ആ പ്രശ്നം സോൾവ് ആയോ ഇല്ലയോ, കിട്ടിയോ കിട്ടിയില്ലയോ അതല്ല, പക്ഷെ ആ ഒരു ദൈവിക സമാധാനം, ഒന്നുമില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമാധാനം, ആ ദൈവത്തോടൊപ്പമുള്ള ആ ജീവിതം, ആ ഒരു സ്പിരിച്വൽ ജേണി, അത് ഭയങ്കരമാണ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര പ്രശംസയോ അതൊന്നുമല്ല. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലോകത്തിൽ ഒരാൾ തരുന്ന ഈ ബഹുമതികളോ അതിനൊന്നും നമുക്ക് ഈ ഒരു സമാധാനം സന്തോഷം തരാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവം നമുക്ക് ഉത്തരം തരുന്നു. നമ്മളെ വളരെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ? ആരുമില്ല. ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ പോയതുപോലെ വീണ്ടും തിരിച്ചു വരും,
ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആരെയും എനിക്കറിയത്തില്ല, ആരും പറഞ്ഞതായിട്ട് നമ്മുടെ യേശുപ്പച്ചൻ അല്ലാണ്ട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളൊരിത്, എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പാനിക്കാവാതെ, നമ്മൾ ഒരാളോട് നമ്മുടെ പ്രാർത്ഥന വിഷയം പറയാതെ, നമ്മൾ ഒരാളോട് പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ നമ്മളും ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം നമുക്ക് വർദ്ധിക്കത്തില്ല. അത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയ മതി. ഇപ്പോൾ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ജോലിക്ക് പോകുന്നു, അപ്പോൾ അവർ ദൈവസന്നിധിയിൽ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അവരും ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ പ്രാർത്ഥന റിക്വസ്റ്റ് അറിയിച്ചിട്ട് നമ്മൾ നമ്മുടേതായ വഴിക്ക് പോകുന്നു. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക, അപ്പം ദൈവം നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും, നമുക്ക് ആത്മീയമായി മുന്നേറാൻ പറ്റും. അപ്പം നമുക്ക് ഈ ലോകത്തെ നമ്മളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ലോകത്തെ ജയിക്കാൻ, ജഡത്തെ ജയിക്കാൻ, ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ കൃപ നൽകണമെന്ന്. ആദ്യമൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ ഫ്ലഷും വന്ന് ഭയങ്കരമായിട്ട് കയറുമായിരുന്നു. അപ്പം എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഈ ലോകത്തെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ കൃപ നൽകണേന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ എനിക്കുണ്ടായിരുന്ന വീക്ക്നെസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എനിക്ക് ജയിക്കാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മേക്കപ്പും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനൊരു ദിവസം കണ്ണെഴുതാൻ ഇങ്ങനെ എടുത്തപ്പം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ലോകത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിക്കാൻ കഴിയുകയില്ല. അന്ന് ഞാൻ ചെയ്തില്ല. അതിനുശേഷം ഇതുവരെ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്ലഷും ഇല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന്. അത് മൊത്തമായി മാറിപ്പോയി. അതുപോലെ തന്നെ ആയാലും ഞാൻ ഒത്തിരി കിടന്ന് പിള്ളേരോടൊക്കെ ആയാലും ബഹളം വെച്ചാലും, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. പക്ഷെ അത് കഴിയുമ്പം ഭയങ്കരമായ ഒരു കുറ്റബോധം എനിക്ക് വരാറുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. എന്ത് പറഞ്ഞാലും ഇപ്പം വീട്ടിലുള്ള ആരായാലും എന്ത് പറഞ്ഞാലും അത് മാക്സിമം ഞാൻ അത് കേട്ടില്ല എന്നടിക്കും, സഹിക്കും, ക്ഷമിക്കും. പക്ഷെ നേരത്തെയൊന്നും അങ്ങനെയല്ലായിരുന്നു. ഒന്ന് പറയുവാണെങ്കിൽ ഞാൻ തിരിച്ച് 10 പറയും, പിന്നെ അത് വലിയ പ്രശ്നമാവും. അങ്ങനെ സാത്താൻ ജയമെടുക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനൊരു ദൈവ പൈതല, ഞാൻ ക്ഷമിക്കണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും മാക്സിമം ഒന്നും പറയാറില്ല, വളരെ ശാന്തമായിട്ടിരിക്കും. അന്നേരം ആ പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സോൾവ് ആയിപ്പോവും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കിടന്ന് ഒച്ച വയ്ക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തീരാറുണ്ട്. അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മുടെ അപ്പനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ അവരത് ഇപ്പോൾ നമ്മളോട് കേൾക്കും, അവർ ഈ ന്യൂസ് പോലെ വേറൊരാളോട് പറയും, പിന്നെ അത് വേറൊരാൾ അതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ വളരെ പ്രശ്നങ്ങളാക്കും. പിന്നെ നമുക്ക് അവരുടെ മുഖത്ത് നോക്കാനൊന്നും പറ്റത്തില്ല. അതുമല്ല, എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. പലരും നമ്മളിപ്പോൾ നമ്മുടെ റിയൽ കാര്യം പറഞ്ഞാൽ പോലും അവരെല്ലാം നെഗറ്റീവായിട്ട് എടുക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവർക്ക് അന്നന്നതായ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും ജീവിക്കുന്നത്. അതാരും ഈ ഒരു തലമുറയിൽ ആരും ആർക്കും സ്നേഹമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും സ്നേഹമില്ല. എല്ലാവർക്കും കപടതയും വഞ്ചനയും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുപാടും എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാവർക്കും പദവിയും പൈസയും മാത്രം മതി. പദവിക്കും പൈസയ്ക്കും വേണ്ടി മനുഷ്യരെന്തും ചെയ്യും. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ അന്ത്യ നാഴികയിലാണ് വന്നിരിക്കുന്നത്. അന്ത്യനാഴികയുടെ അന്ത്യ സമയത്താണ് വന്നിരിക്കുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അപ്പൻ മക്കളെ പീഡിപ്പിക്കുന്നു, അമ്മയും മകനുമായിട്ട് എല്ലാം നമ്മൾ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, നമ്മൾ വീണ്ടും വീണ്ടും അന്നേരം ലോകത്തിലോട്ടും ലോകത്തിന്റെ മോഹങ്ങളിലോട്ടും ഒന്നും പോകേണ്ടവരല്ല. അപ്പോഴെല്ലാം നമ്മൾ ഓർക്കണം, നമ്മൾ അലേർട്ടായിരിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. നമ്മൾ കൂടുതൽ ദൈവത്തോട്ട് അടുക്കുവാൻ, കൂടുതൽ ദൈവത്തിനെ മുറുകെ പിടിക്കേണ്ട ഒരു ഇതാണ്. നമ്മളല്ലാതെ ആ ഒരു ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകുവാനല്ല. ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ ഇങ്ങനെ സ്ഥലം മേടിക്കണം, വലിയ വീട് വെക്കണം, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ചിന്തിക്കുമ്പോഴത്തേന് എന്നോട് പരിശുദ്ധാത്മ ഇടപെടും, ഒത്തിരി സ്ഥലം മേടിച്ച് ഒത്തിരി വലിയ വീടൊന്നും വച്ച് നമ്മളെന്തിനാ കടം ഒത്തിരി മേടിച്ചിട്ട് നമ്മൾ തന്നെ എന്തിനാ തലവേദന ഉണ്ടാക്കണത്? നമ്മൾ ജഡീകമായിട്ട് നമ്മൾ തന്നെ എന്തിനാ കഷ്ടം ഉണ്ടാക്കി വെക്കുന്നത്? നമുക്ക് അധിക കാലമൊന്നും ഈ വീടും സ്ഥലവും മേടിച്ച് അതിൽ പ്രശംസിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒത്തിരി ഒത്തിരി സ്ഥലവും ഒത്തിരി വലിയ വീടുകളും അതിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിച്ചാലും
അതൊന്നുമല്ല. അതിലൊന്നും നമ്മൾ പ്രശംസിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ദൈവത്തിന്റെ വരവിനായിട്ട് ഒരുങ്ങുക. ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മളിപ്പോൾ അതിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോകും. നമ്മൾ അതിൽ ആശ്രയിച്ച്, നമ്മുടെ സമ്പത്തിൽ ആശ്രയിച്ച്, നമ്മുടെ അതിൻ്റെതായ ഒരു ഇതിൽ പോകും. പക്ഷെ അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടേതായ കഷ്ടങ്ങൾ നമ്മൾ വലിച്ചു വെക്കരുത്. അതാണ്. അതായത് നമുക്ക് ആത്മീയമായ കഷ്ടവുമുണ്ട്, ജഡികമായ കഷ്ടവുമുണ്ട്. ഇതെല്ലാം ഞാൻ പാസ്റ്റർ റാണിയുടെ ഒരു മെസ്സേജിൽ നിന്നാണ് മനസ്സിലാക്കിയത്. കാരണം നമ്മളിപ്പോൾ ലോകത്തിൽ നമ്മൾ കുറേ കടം വലിച്ചിട്ട് നമ്മളിപ്പോൾ 1,00,000 രൂപയ്ക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടേതായ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളത് 20,00,000-ന് ചെയ്ത് കടം മേടിച്ചിട്ടിട്ട് നമ്മളെല്ലാവരോടും പറയും എനിക്ക് കടമാണ്, പ്രാർത്ഥിക്കണം, അത് മാറുന്നില്ല, എന്നും കഷ്ടമാണ് കഷ്ടമാണ്, ദൈവം കേൾക്കുന്നില്ലേ, ദൈവം കേൾക്കുന്നില്ലേ, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ഒത്തിരി പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു കഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതൊരു കഷ്ടമല്ല, അതൊരു നമ്മുടേതാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാ. പക്ഷേ ആത്മീയ കഷ്ടം എന്ന് പറഞ്ഞാൽ അതല്ല. ദൈവത്തിന്റെ നാമത്തിൽ വേണ്ടി നമ്മൾ നിന്ന സഹിക്കും. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സുവിശേഷം ഒരാളോട് പറഞ്ഞു, അന്നേരം അവർ നമ്മളെ പരിഹസിക്കുക, നമ്മളോട് എന്തേലും പറയുക, പിറ്റേന്ന് നമ്മൾ അവർ നമ്മളോട് മിണ്ടാതാവുക. അങ്ങനെയെല്ലാം നമ്മൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു. അതിനൊക്കെയാണ് നമുക്ക് പ്രതിഫലം ഉള്ളത്. അതൊക്കെ ഒരു ആത്മീയ കഷ്ടമാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു സുവിശേഷം പറയുമ്പോൾ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നുണ്ട്, അനേകം ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അന്നേരം അതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയിട്ടാണ്. ഓരോരുത്തർ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ഏരിയകളിലും പരസ്യയോഗം പോലെയൊക്കെ നടത്തുമ്പോഴത്തേനും ഒരു കൂട്ടം ജനങ്ങൾ വന്ന് ആ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടിയിട്ട് അവരെ ആക്രമിക്കുന്നു. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടേതായ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഉള്ള കടമെല്ലാം വലിച്ചു വെച്ചിട്ട്, ഇത് നമുക്ക് ദൈവം കേൾക്കുന്നില്ലേ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതൊന്നും നമുക്കൊരു ആത്മീയ കഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാം നമ്മുടെ ഭോഷത്വത്തിൽ നമ്മൾ ചെയ്യുന്നതാ. അപ്പം നമ്മൾ എപ്പോഴും വിവേകികളായിരിക്കണം. പിന്നെ ഒന്നാമത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ 2-3 പേരോടെല്ലാം ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഒരാളിന് ബൈബിൾ കൊടുത്തു. രണ്ടു പേർക്ക് ബൈബിൾ കൊടുത്തു. അത് വേറെ ലാംഗ്വേജ്. അപ്പോൾ ഒരാൾ നല്ല കാര്യമായിട്ട് മേടിച്ചു. അതുവര് പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാറുണ്ട് എന്നെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ വേറൊരാളോട് ഞാൻ പറഞ്ഞു, അവർക്ക് കേൾക്കാനൊന്നും വളരെ മനസ്സില്ല. എന്നാലും ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ തോന്നി, ഞാനൊരു ബൈബിൾ അവർക്ക് കൊടുത്തു. പക്ഷേ അവർ ബൈബിൾ മേടിച്ചു. വളരെ ഇഷ്ടത്തോടെ ഒന്നും അല്ല മേടിച്ചത്, ബൈബിൾ മേടിച്ചു. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെട്ടു, ഒരു സ്ഥലത്ത് നോക്കാൻ. ഞാൻ ആ സ്ഥലത്ത് അങ്ങനെ നോക്കുന്നതല്ല. ഞാൻ നോക്കിയപ്പോഴത്തേനും കുറേ കവറുകൾ അടുക്കി വെച്ചിരിക്കുന്നു. നമ്മളങ്ങനെ നോക്കാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഈ കൊടുത്ത ബൈബിൾ അതിനകത്ത് ഇരിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി, ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ഞാൻ ആ ബൈബിൾ എടുത്തിട്ട് എൻ്റെ കബോർഡിൽ കൊണ്ടുവച്ചു. ഞാൻ ആ ബൈബിൾ വായിക്കത്തില്ല, അത് വേറൊരു ലാംഗ്വേജാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷും മലയാളം മാത്രമേ വായിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്ത്, എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ തോന്നി, ദൈവം അവരോട് ഇടപെടട്ടെ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിതാവ് അവരെ ആകർഷിക്കുക. പിതാവ് ആകർഷിക്കുക, അതാരും പുത്രൻ്റെ അടുത്ത് വരത്തില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ആരെയെല്ലാം കണ്ടുമുട്ടുന്നോ, ആരോടെല്ലാം സംസാരിക്കുന്നോ, ആരോടെല്ലാം സുവിശേഷം പറയുന്നോ, അവരെയെല്ലാം പിതാവ് ആകർഷിക്കട്ടെ. ദൈവം ഒരു പൊടി പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മളിപ്പം പണ്ടൊരു ദിവസം പാസ്റ്റർ റാണി പറഞ്ഞ് എനിക്കൊരു അറിവാണ്. പാസ്റ്റർ റാണി എവിടെ പോയാലും പ്രാർത്ഥിക്കും. ഓരോ മോളിൽ പോയാലും ഒരാൾ ചിരിച്ചാലും അങ്ങനെയൊക്കെ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ദൈവം ആകർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ സ്വന്തമായ കാര്യത്തിന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന്. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിലെ 5 വൻകരയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവദാസന്മാർക്കും ദാസിമാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ നമ്മൾ അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ജനിക്കുമ്പം തന്നെ നമ്മളിപ്പോൾ ആത്മീയമായിട്ട് ശിശുവാണ്. പിന്നെ നമ്മൾ ഓരോ വളർച്ചയുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഓരോ വളർച്ചയിൽ കൂടെയാണല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാനൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും, ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും, ഒരു മോളിൽ പോവുകയാണെങ്കിലും, കാണുന്നവരോടെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവകാശമായി ചോദിക്കുന്നു. അവരെല്ലാം പിതാവാൻ ദൈവം ആകർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ അതുപോലെ വേറൊരു കാര്യം,
നമ്മൾ മാക്സിമം ഈ ലോകത്തിലെ ആൾക്കാരോട് ഇടപഴകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ലോകത്തിലെ ആൾക്കാരോട് ഇടപഴകാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുമായിട്ടുള്ള ഫോൺ സംഭാഷണം നേരത്തെയൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അതാ ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ കയറി വന്നുകൊണ്ട് ഞാൻ പറയുക. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ അങ്ങനെയൊക്കെ ഞാൻ ഈ ഒത്തിരി ആൾക്കാരെയൊക്കെ വിളിച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അന്നേരം അവർ ഒരാളുടെ കുറ്റം പറയും, മറ്റൊരാളുടെ കുറ്റം പറയും, പിന്നെ നമ്മൾ അതിന് ആൻസർ പറയും. പിന്നെ അതാകുമ്പോൾ നമ്മുടെ ഒരു ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയത്തിന് ഒരു കോട്ട സംഭവിക്കും. നമ്മൾ അങ്ങനെ ഒരു ദൈവബദൽ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് വേണ്ടെന്നുള്ളവരോട് ആത്മീയരമായിട്ട് കൂടുതൽ സമയം ഇടപഴകാൻ നോക്കുക. നമുക്ക് പക്ഷേ ഈ ഒരു ലൈഫിൽ നമുക്കത് പ്രാവർത്തികമല്ല എങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിന് മാത്രം അവർ നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മളൊന്നും മിണ്ടാതിരിക്കുക. അതാണ് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യം. നമ്മൾ മാക്സിമം നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദുഷ്ടൻ നിന്റെ മുൻപിലിരിക്കുമ്പോൾ നിന്റെ നാവിന് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം നമുക്ക് അങ്ങനെ ഈ ഒരു ലൈഫിൽ നമുക്കത് പാടാണ്. എന്നാൽ പോലും നമ്മളത് മാക്സിമം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ വായെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചിലർക്ക് എനിക്കൊരു നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവമാണ് ചുമ്മാതിരിക്കാൻ വലിയ ഓഫ് കിട്ടുമ്പോൾ എല്ലാവരെയും വിളിച്ച് സംസാരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിപ്പിനാൽ ഞാൻ അതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊന്നും ഇപ്പം ആരെയും വിളിക്കത്തില്ല. ആ ഒരു സമയം നമ്മൾ ചുമ്മാതെ നമ്മൾ ലോകത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് സമയം കളയാതെ ആ ഒരു സമയം ഒന്നേ ബൈബിള് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പാട്ടോ പ്രസംഗമോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക. അതാകുമ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ലോകത്തിലോട്ട് സമയം കളയാൻ നോക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതം പിശാച് കവർന്നെടുത്തുകൊണ്ട് പോകും. അത് ഭയങ്കര ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ചെയ്താൽ അത് അങ്ങനെ ആവും. പിശാച് അവിടെ ജയം എടുക്കും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും എല്ലാ ആൾക്കാരും ഒരു ഇവിടെ ഫ്രൈഡേ ഒക്കെ അവധിയാണല്ലോ. അന്നേരം ഫ്രൈഡേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഒരുങ്ങി അവർ ഭയങ്കര എന്താ പറയണ്ടേ, ഈ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട കിളികളെ പോലെ അങ്ങ് പോവുക. അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്ത് എൻ്റെ ജീവിതം എന്താ ദൈവമേ, ഡ്യൂട്ടി കഴിയുന്നു വരുന്നു, അവിടെ ഭയങ്കര കഷ്ടപ്പാട്, ഇവിടെ വീട്ടിൽ വന്നാലും എല്ലാം ഉണ്ടാക്കണം കാര്യങ്ങൾ. അപ്പം നമ്മൾ ഒരു റെസ്റ്റും ഇല്ല. നമ്മൾ ഈ വല്ലപ്പോഴും ഒക്കെ പുറത്ത് പോകുന്നില്ലെന്നല്ല, പുറത്ത് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു ചിന്ത എൻ്റെ മനസ്സിൽ സാത്താൻ കൊണ്ടിട്ടു. അന്നേരം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, അന്നേരം ദൈവാത്മാവ് പരിശുദ്ധം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി തന്ന ഒരു പാട്ടാ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആ ഒരു പാട്ട് ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ അങ്ങ് അലേർട്ടായി. ഞാൻ ദൈവത്തോട് കർത്താവെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാം നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ നടക്കുന്ന പോലെ നമുക്ക്, അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. ഈ പ്രത്യേകിച്ച് അന്ത്യകാലത്തിൽ സാത്താൻ്റെ തന്ത്രമാണ് നമ്മളെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കണം. പിശാചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലറുന്ന സിംഹം പോലെ നമ്മുടെ ഏത് മേഖലയിലാണ്, ഏത് ഏരിയയിലാണ്, ഓരോ ഡെയിലി ലൈഫിൽ നമ്മളെ എങ്ങനെയൊക്കെ നമ്മളെ ദൈവമായിട്ട് അകറ്റാൻ പറ്റും അതിന് മാക്സിമം ശത്രു. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ മാത്രമേ സാത്താൻ ഇങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പൊ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട്, അല്ല ഇപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും ലോകത്തോട് പോവുകയാണെങ്കിൽ സാത്താന്റെ അടിമയായിട്ടാണെങ്കിൽ നമ്മളോട് സാത്താൻ പോരാടത്തില്ല. അത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഓരോ നിമിഷവും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, ആ ദൈവത്തിന്റെ കൃപ അധികമായി നമ്മൾ മേലിൽ വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ സാത്താൻ നമ്മളോട് ഓരോ നിമിഷവും പോരാടും. അത് എൻ്റെ ഡെയിലി ലൈഫിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം അലേർട്ട് തരും. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യുക, ദൈവത്തോടെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ, ഒരു കള്ളത്തരം പറഞ്ഞാൽ, ഒന്ന് ദേഷ്യപ്പെട്ടാൽ, അന്നേരം സാത്താൻ നമ്മുടെ ഹൃദയത്തോട് ബാധിക്കും. നീ ദൈവ പൈതലല്ലേ, നീ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന്. അത് നമ്മളെ ഡൗൺ ആക്കാൻ സാത്താൻ നോക്കുന്ന. അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യം എന്നും പറഞ്ഞ് എല്ലാ ദിവസവും എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല. നമ്മൾ ദൈവസന്നിധി വന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്ത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ നമ്മൾ ദൈവസന്നിധിയിൽ അതിന് മാപ്പ് ചോദിക്കുക, നിരപ്പ് പ്രാപിക്കുക, എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുക.
അവര് നമ്മളോട് എന്ത് പറയാൻ വന്നാ ഓരോരുത്തരും നമ്മളെ ചിലപ്പോ സാത്താൻ മനുഷ്യരിലൂടെയാ പ്രവർത്തിക്കുന്നത്. സാത്താൻ നേരിട്ട് വന്ന് പ്രവർത്തിക്കത്തില്ലല്ലോ. അപ്പം മനുഷ്യരിലൂടെ എന്ത് വേണേലും പ്രവർത്തിക്കാം. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. മനുഷ്യനല്ല പ്രവർത്തിക്കുന്നത്, സാത്താനാണ് അവരിൽ കൂടി പ്രവർത്തിക്കുന്നതെന്ന് ഓർത്തിട്ട് നമ്മൾ അതനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക. അതുപോലെ തന്നെ എന്ത് രോഗങ്ങൾ വന്നാലും നമ്മൾ വിചാരിക്കുക ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല, എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുക. ദൈവം അറിയാതെ ഒരു തലമുടി പോലും നമ്മുടെ തലയിൽ നിന്ന് കൊഴിയുന്നില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ എന്ത് പ്രതികൂലങ്ങൾ, എന്ത് പ്രയാസങ്ങൾ നമ്മുടെ കൂടെ ആരില്ലെങ്കിലോ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമല്ല. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തോട് മാത്രം എല്ലാ കാര്യങ്ങളും പറയുക. നമ്മുടെ വിഷമങ്ങളും മാക്സിമം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബകാര്യങ്ങളൊന്നും മാക്സിമം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യം പറയുവാണെങ്കിൽ പഴയ നമ്മുടെയൊക്കെ അമ്മമാരുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരുടെയോ ഒന്നും ഒരു കാലമല്ല ഇതിപ്പം. ഇപ്പം ഈ ഒരു ലൈഫ് എന്ന് വെച്ചാൽ, ഈ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കും ഒരുമാതിരിപ്പെട്ട ആർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം എന്ന് പറയുന്ന കാര്യം, യഥാർത്ഥമായിട്ട് സ്നേഹം എന്ന് പറയുന്ന കാര്യങ്ങളില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം എല്ലാവരും നിൽക്കുന്നു. അത് കഴിയുമ്പം മറ്റുള്ളവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വീണ്ടും നമ്മൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനും യഥാർത്ഥമായിട്ട് സ്നേഹം കാണിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ ഇല്ലായ്മയിൽ സഹായിക്കാനും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. അതാ നമ്മൾ പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം നമുക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചൊന്നും ബോധം വരത്തില്ല. നമ്മൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ നടക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കത് അലേർട്ടാവും, ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പം ഞാനത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം പരിശുദ്ധാത്മാവ് അത്രയും അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആരും പരിശുദ്ധാത്മാവ് വേണ്ട, അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനുള്ളവർ ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാനും കുറേ നാൾ എനിക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് കിട്ടാൻ വേണ്ടി ഞാൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചു. എനിക്ക് കുറച്ച് ദിവസം ഒന്നും കിട്ടിയില്ല, ആദ്യ നാളുകളൊന്നും കിട്ടിയില്ല. എനിക്ക് അന്നേരം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നല്ലോ. കർത്താവെ, എൻ്റെ എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിച്ചിട്ട് എനിക്ക് അങ്ങയുടെ ആത്മാവിനെ പകരണമേ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഭിഷേകം പ്രാപിച്ചിട്ട് പ്രാപിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മിക്കവർക്കും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ശോധനകളും പ്രയാസങ്ങളും ഒക്കെ വരും. പക്ഷേ അതിനുള്ള നീക്കുപോക്കും ദൈവം തരും. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ വിചാരിക്കുന്നത് എന്താ പ്രശ്നങ്ങളെന്നൊക്കെ നേരത്തെ ഞാൻ വിചാരിക്കുമായിരുന്നു, കുഞ്ഞിലെ വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഈ കുടുംബത്തിൽ ജനിച്ചത്. അന്നേരമൊക്കെ നമുക്കറിയാമല്ലോ, വീട്ടിൽ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുഞ്ഞിലെയൊക്കെ ആയാലും വിചാരിക്കുമായിരുന്നു ഞാൻ എന്തിനാ ഈ കുടുംബത്തിൽ ജനിച്ചത്, വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കാൻ പാടില്ല, ഇച്ചിരി പണക്കാരുടെയൊക്കെ കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് അതിനുള്ള ആൻസർ ഒന്നും കിട്ടിയില്ല. പക്ഷേ കുറേ നാളുകൾക്ക് മുൻപ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്, ഈ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ രക്ഷ കരസ്ഥമാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചിന്തിച്ചത് ഞാനങ്ങ് മറന്നുപോയി, ഞാനങ്ങ് വിട്ടുപോയി. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഇടപെട്ടതാണ്, ഈ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നീ രക്ഷ കരസ്ഥമാക്കി. അതാ പറയുന്നത്, നമുക്ക് ദൈവത്തിനറിയാം നമ്മൾ ഏത് കുടുംബത്തിൽ ജനിപ്പിക്കണം, എവിടെ ജനിപ്പിക്കണം, ഏത് രാജ്യത്ത് ജനിപ്പിക്കണം എന്നൊക്കെ ദൈവത്തിനറിയാം. നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എത്രയോ പേര് നമ്മളെ കഴിഞ്ഞും, എപ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, നമ്മളെ കഴിഞ്ഞും പണക്കാര്, ശ്രേഷ്ഠതയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ എല്ലാവരും ലോകത്ത് ജീവിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല? നമ്മളെ ഒരു യോഗ്യതയില്ലായിരുന്ന എന്നെ ദൈവം തിരഞ്ഞെടുത്തു തൻ്റെ മകളാക്കിയത് ആ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അല്ലാതെ എനിക്ക് പ്രശംസിപ്പാനോ ഒന്നുമില്ല. അതെപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രം നമ്മളെപ്പോഴും വിചാരിക്കുക, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. യേശുപ്പച്ചനെ നമുക്ക് വേണ്ടി തന്ന് കാൽവരിയിൽ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. അപ്പം നമുക്ക് തന്നെ വിചാരിക്കാം, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ഒരു കൈ ഒന്ന് മുറിയുകയോ
എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ശരീരഭാഗം എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ ചെയ്താൽ നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും. അന്നേരം നമ്മളൊന്ന് ഓർത്തു നോക്കുക, അത്രയും ചാട്ടവാറടിയും അതെല്ലാം കൊണ്ട് സഹിച്ചിട്ട് അവസാനം യേശുപ്പച്ചൻ പറയുന്ന ഒരു വാക്കുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേന്ന്. അതൊന്ന് എത്രമാത്രം ആ വേദന സഹിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എന്നിട്ടും പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അപ്പം സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ നമ്മളെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കുക. ഈ ദുഷ്ട പിശാച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെ ആയിരിക്കണം. എപ്പോഴും നമ്മളിപ്പം 24 മണിക്കൂറും ചിലപ്പോൾ നമുക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എവിടെ പോയാലും എപ്പോഴും സ്തോത്രത്തിൽ ഇടപെടാതെ ജാഗരിക്കുക. എപ്പോഴും നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ സ്തോത്രം പറയുക. അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ, പിന്നെ ഒരു ആത്മീയനായിട്ടുള്ള അല്ലാത്ത മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിനെ കൺട്രോൾ നമ്മൾ ചെയ്യുക. അതുപോലെ കഴിയുന്നതും എല്ലാവരോടും ക്ഷമിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ പ്രശ്നം എല്ലാം നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്യും. പിന്നെ അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറയും. അതൊക്കെയാണ്, അതിപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ഒരിതാണ്. അതുകൊണ്ട് ആ ഒരു ഇതിലെല്ലാം നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. ദൈവത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. എന്നും എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. അല്ലാതെ വചനം വായിക്കാതിരുന്നാൽ പിന്നെ നമുക്ക് അതിൽ നിന്നുള്ളൊരു അറിവ് കിട്ടത്തില്ല. എന്നും ബൈബിൾ വായിക്കുക. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. നേരത്തെയൊന്നും ഞാൻ ബൈബിൾ വായിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. എന്നെ ടച്ച് ചെയ്യുന്ന വചനം ഞാൻ എഴുതി വെക്കും. അത് പിന്നെ നമുക്ക് ഒരു അന്ന് നമ്മൾ ആ വചനം വായിച്ച് വിട്ടാലും പിന്നെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതൊരു റേമയായിട്ട് നമ്മളിൽ പ്രവർത്തിക്കും. അതാണ് ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ, നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ. കാരണം ലോകത്തിൽ നമുക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ 24 hours ലോകത്തിലിരുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തിലുള്ള സൗന്ദര്യം കൂട്ടാനും ലോകത്തിലെ ആൾക്കാരെ എങ്ങനെ പ്രീതിപ്പെടുത്താനും. അതായത് ഈ സൗന്ദര്യത്തിന്റെ കാര്യം ഞാൻ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പറയുവാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ സൗന്ദര്യത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മളെ തന്നെ മോടി പിടിപ്പിക്കാനും അതിനുവേണ്ടി നമ്മൾ പൈസ കളയാനും സമയം കളയുവാനും നമ്മൾ തന്നെ കണ്ണാടി പോയി നിന്ന് പറയും, എനിക്ക് ഇച്ചിരി കൂടി ഇത് വേണം, അങ്ങനെ. അപ്പം നമ്മൾ ആ ലോകത്തോട് പോകും. നമ്മൾ സാത്താന്റെ അടിമത്വത്തിൽ പോകും. നമുക്ക് ആ ദൈവ സ്നേഹം നഷ്ടപ്പെടും. അന്നേരം നമ്മൾ ലോകത്തെ പ്രീതിപ്പെടുത്താൻ, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പറയണം. നമ്മളെ നല്ല സുന്ദരിയാന്ന് എല്ലാവരും പറയണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ലോകത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അപ്പം നമ്മളിൽ നിന്ന് ആ ദൈവ സ്നേഹം പയ്യെ 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 വിട്ടുപോകും. അപ്പം നമ്മൾ എങ്ങനെ ഇരുന്നാലും ദൈവത്തിന് കുഴപ്പമില്ല. നമ്മൾ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും നമ്മൾ കുരുടനായാലും മുടന്തനായാലും ഒന്നും ദൈവത്തിന് കുഴപ്പമില്ല. നമ്മളും ദൈവമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അതാണ് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഇതിലൊന്നും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ദൈവത്തിന്റെ പാദപിടത്തിൽ മാത്രം ആശ്രയിക്കുക. അതുപോലെ തന്നെ വേറൊരു എൻ്റെ അനുഭവം പറയാനുണ്ടെങ്കിൽ, ഈ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഈ ഒരു യുദ്ധത്തിന്റെ ടൈമിലൊക്കെ ഭയങ്കര എല്ലാ രാജ്യങ്ങളും ഭയങ്കര പാനിക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തായാലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അന്നേരം ഒത്തിരി പേര് പറഞ്ഞു, അയ്യോ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് നാട്ടിൽ വിടാം, എന്താ ഇതിപ്പോൾ എങ്ങനെ ആവും ഒന്നൊന്നും അറിയത്തില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മളെ എല്ലാം വിളിക്കും ജോലിക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം എല്ലാവരും ഭയങ്കര പാനിക്കായി. ഞാൻ പക്ഷെ പാനിക്കൊന്നും ആയില്ല. എന്തോ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയി. അന്നേരം എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു പാട്ടാ, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ. ഞാൻ ആ പാട്ട് അങ്ങനത്തെ ഒന്നും വിചാരിച്ചില്ല. ആ പാട്ട് കേട്ടിട്ടായാലും കുറേ ദിവസമായിരുന്നു. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ആ പാട്ടാണ്, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ. അതാ പറഞ്ഞു, എപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ ആ ഒരു കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് മനുഷ്യൻ തരുന്ന ആ സ്നേഹമോ സമാധാനമോ ഒന്നുമല്ല. അതൊരിക്കലും പൈസയ്ക്കോ ഒന്നിനും തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ലോകത്തിൽ ആൾക്കാർക്ക് വീഡിയോ മൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു, അനങ്ങാതെ വെക്കും. ഒരു സ്റ്റില്ലായിട്ട് വെക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ. ലോകത്തിലെ ആൾക്കാർക്ക് തരുന്നതിനൊരു പരിധിയുണ്ട്. അവരെല്ലാം നമ്മുടെ സ്റ്റാറ്റസും സൗന്ദര്യവും എല്ലാം പണവും എല്ലാം കണ്ടായിരിക്കും അവർ സ്നേഹിക്കുന്നത്. പക്ഷേ കർത്താവായ യേശുപ്പച്ചൻ അങ്ങനെയല്ല. നമ്മുടെ ഒന്നും ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവസന്നിധിയിൽ മാത്രം പറയുക, ദൈവത്തിന്റെ മുൻപ് മുട്ടുകുത്തുക, ദൈവത്തോട് പറയുക. എപ്പോഴും ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക. എന്ത് വിഷമം വന്നാലും നമ്മളൊരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് പറയുന്നത് പോലെ ദൈവത്തോട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്കിപ്പം പ്രാർത്ഥിക്കാൻ വലിയ വാക്ചാതുര്യോ, ഞാൻ നേരത്തെ എല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന ഓരോ ആൾക്കാരെല്ലാം ഭയങ്കര ഇതായിട്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ ദൈവമേന്ന്
നേരത്തെയൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ ഒരിതില്ല. നമുക്ക് എന്തറിയാവുന്നോ അതാണ്. നമുക്കിപ്പം പഠിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതല്ലല്ലോ. നമ്മുടെ മനസ്സിൽ എന്താണോ അത് നമ്മൾ ദൈവത്തോട് പറയുക. ദൈവം അതിന് നമുക്ക് മറുപടി തരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, ഞാൻ പണ്ടെല്ലാം അങ്ങനെയാ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിനെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തന്നു. അതിനെല്ലാം എൻ്റെ ഒരു വഴികാട്ടിയായിരുന്നെന്ന് പറയാവുന്നത് എൻ്റെ ഇത്രയും ഒരു ലൈഫിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 വർഷം ആവുന്നതേ ഉള്ളൂ പാസ്റ്റർ റാണിയെ പരിചയപ്പെട്ടിട്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആയിട്ട് ഒരു വഴികാട്ടിയായിട്ടിരുന്നത് പാസ്റ്റർ റാണിയായിരുന്നു. ഞാനത് ഒന്നും കൊണ്ടല്ല പറയുന്നത്. പാസ്റ്റർ റാണി ആദ്യമേ ഇങ്ങനെ മെസ്സേജിലൊക്കെ പറയുമായിരുന്നു, എന്നോട് ആരും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന റിക്വസ്റ്റും പറയരുതെന്ന്. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു, ഇത് കൊള്ളാമല്ലോ, ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ, ആരും അങ്ങനെ ഒത്തിരി ഒരുപായിപ്പെട്ട ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, ഇത് കൊള്ളാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും പാസ്റ്റർ ഓരോ ഇതും ഞാൻ അതിട്ട് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു ദിവസം പോരാ, ഒരു ദിവസത്തിൽ 24 hours പോരാ എല്ലാവരുടെയും ഭൗതിക ആവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരാളിന് വീട് കിട്ടാനും കാറ് കിട്ടാനും മക്കൾ വിദേശത്ത് പോകാനും വിസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്ക് അതിന് മാത്രമേ സമയം കിട്ടുള്ളൂ. നമ്മുടെ ഒരു ഡേയിലുള്ള 24 hours നമുക്ക് പോരാതെ വരും. പക്ഷേ അതല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ആത്മീയ ജീവിതമാണ്, നമ്മുടെ ആത്മാവിനെ നമ്മൾ നേടുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു പോയി. അപ്പം നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം വിചാരിക്കുക. ഞാൻ എപ്പോഴും വിചാരിക്കുക, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു, നമുക്കൊരു മരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ക്രിസ്തുവിലുള്ളവർ രൂപാന്തരപ്പെടും. അത് ഒരു കാര്യം മാത്രം നമ്മൾ വിചാരിക്കുക, നമുക്കൊരു മരണമുണ്ട്. അന്നേരം ആ മരണത്തിന് ശേഷവും നമ്മൾ ഈ ചിലർ പറയുന്ന പോലെ നമ്മൾ എന്താ ഈ പട്ടി പൂച്ച പിന്നെ പല്ലി അങ്ങനെയൊക്കെ ആവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ മരണത്തിന് ശേഷവും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് ദൈവം പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഓർക്കുക, ഞാൻ നിന്നെ അറിയുന്നില്ല. അത് വളരെ ഭയാനകരമായിരിക്കും. പിന്നെ നമുക്കൊരു അവസരം, നമുക്ക് ലാസർ ചോദിച്ച പോലെ നമുക്കൊരു അവസരം പിന്നെ ദൈവത്തോട് ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി വീണ്ടും ഒന്നുകൂടെ ഇതായിട്ട് വരാം, അല്ലെങ്കിൽ എനിക്കൊരു അവസരം തന്നെ നന്നാവാം. പക്ഷെ നമുക്ക് അന്ന് ഇത്രയും നാൾ എല്ലാ ദൈവമക്കളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും എല്ലാ സ്ഥലത്തും ഇപ്പം ഞാനെന്ന വ്യക്തി ഇവിടെ സ്റ്റാൻഡ് നിൽക്കുവാണെങ്കിൽ 4 സൈഡിൽ നിന്നും എല്ലാ ഏരിയയിലും നമ്മൾ സുവിശേഷം കേൾക്കുന്നുണ്ട്. യേശുപ്പച്ചനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാ ജാതിക്കാരും കേൾക്കുന്നുണ്ട്. പക്ഷേ മിക്കവരും അത് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പം പെന്തക്കോസുകാരല്ലേ കൈയടിക്കുന്നവർ, ഞാനിപ്പം പെന്തക്കോസുകാരെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ഇപ്പം കൈയടിക്കുന്നവർ, അല്ലെങ്കിൽ അന്യഭാഷയിൽ പറയുന്നവർ, അന്യഭാഷ പറയുന്നവർ പിച്ചും പേയും പറയുന്നെന്ന് ഞാൻ മിക്കവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. അന്നല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ചിലർ അന്യഭാഷ പറയാൻ നാണിക്കുന്നവരുണ്ട്, മറ്റുള്ളവർ കളിയാക്കുന്നു, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചു പറയാൻ നമ്മൾ നാണിച്ച പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെയും യേശുപ്പച്ചൻ തള്ളിപ്പറയും. അത് മാത്രം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമുക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല, അത് മാത്രം നമ്മൾ കൊടുക്കും. നമ്മൾ 60, 70 വയസ്സ് വരെ ജീവിക്കും. നമുക്കൊന്നും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനി ആണെങ്കിൽ ആ പെട്ടിക്കുള്ളിൽ നമ്മളെ അടക്കും. ആ ഒരു പെട്ടിയിൽ മാത്രം നമ്മളെ അവർ കുഴിയിലോട്ട് വെക്കും. നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെത്ര സ്നേഹിക്കുന്ന മക്കളോ ഭർത്താവോ നമ്മുടെ പണമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ബോഡിയാണ്, നമ്മുടെ ആത്മാവ് എവിടെയാണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ തന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിലാണെന്ന്. അവരോടായാലും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്വർഗവും നരകവും ഒന്നും ഈ ഭൂമിയിലല്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാണെങ്കിൽ നമ്മളുടെ മരണത്തിന് ശേഷം നമുക്കൊരു നിത്യതയുണ്ട്. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് നമുക്ക് കോടാനുകോടി, അതിന് ഒരു കാലയളവ് പറഞ്ഞിട്ടില്ല, നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ നിത്യമായ നരകത്തിലോട്ട്, നമുക്കിപ്പോൾ തന്നെ അറിയാം ഇവിടെ 52 അല്ലെങ്കിൽ 51, 52, ഞാൻ എപ്പോഴും ചിലപ്പോഴൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിചാരിക്കണതാ ഈ 51, 52 ഡിഗ്രി ചൂട് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, നമ്മളങ്ങ് വല്ലാതെയാവും. അന്നേരം ഈ നരകത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ നരകത്തിൻ്റെ നിത്യ അഗ്നി എന്നാ പറഞ്ഞേക്കണം. അതിന് ഒരിക്കലും അവസാനമില്ല. 1, 2, 3 അല്ലെങ്കിൽ ഒരു വർഷമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു 52 ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയും വലിയ ആ നരകത്തിലോട്ട് പോകുന്ന അവസ്ഥ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തെ അറിയുക. യേശു മാത്രമാണ് കർത്താവ്, യേശു മാത്രമാണ് ദൈവം. അന്നേരം ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക.
ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഒരാൾ പറയുന്നതിനല്ല. നമ്മുടെ ജീവിതത്തിൽ റിയലായിട്ട് ക്രിസ്തു വരണം. അത് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്. മറ്റുള്ളവരോട് എന്നെ എത്ര പുഷ് ചെയ്താലും എൻ്റെ മനസ്സിലോട്ട് ആ ദൈവസ്നേഹം കയറത്തില്ല. ഞാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ എങ്ങനെ റിയലായിട്ട് യേശു അപ്പച്ചനെ സ്നേഹിച്ചു, അത് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വന്നപ്പോഴത്തേനുമാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നതും ആ ഒരു ദൈവസ്നേഹം എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തോട് മറ്റുള്ളവരുടെ പുഷിങ്ങിലല്ല. ചിലർ കണ്ടിട്ടുണ്ട്, പാസ്റ്ററെ പേടിച്ച് പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസുഖത്തിൽ നിന്ന് മാറാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇവരെല്ലാം ഈ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ പലരും തിരിച്ച് അവരുടെ ആ പഴയ ആ ഒരു സമ്പ്രദായത്തിലോട്ട് പോണവരെയൊക്കെ തിരിച്ചു കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി മാത്രം, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈ കാര്യസാധ്യമെല്ലാം നമ്മുടെ ഈ ലോകത്തിൽ നശിച്ചു പോകും. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അന്ന് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ നമ്മൾ ഇടവരരുത്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു അവസരം ദൈവത്തോട് ചോദിക്കാൻ പറ്റത്തില്ല. നോഹയുടെ കാലത്തുണ്ടായ പോലെ നോഹ അന്ന് എല്ലാവരോടും പറഞ്ഞു, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ജലപ്രളയം വരുന്നുണ്ട്, എല്ലാവരും പെട്ടകത്തിൽ കയറാം. അന്നേരം എല്ലാവരും പറഞ്ഞു, നോഹയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. അവസാനം 8 പേര് മാത്രം പെട്ടകത്തിൽ കയറി. നോഹ പോലും യഹോവയാണ് ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചതെന്ന് നമുക്ക് അവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാലഘട്ടം അത് തന്നെയാണ്. എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി, നിങ്ങൾ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം എല്ലാം പറയുന്നുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും അതെല്ലാം വളരെ ചിരിച്ചു തള്ളി നെഗ്ലക്റ്റ് ചെയ്ത് അതെല്ലാം കാണുന്നത്. സ്വർഗവും നരകവും ഇവിടെയാണ്. നിങ്ങൾ എന്തിനാ കൈകൊട്ടുന്നത്, നിങ്ങൾ എന്തിനാ ഹല്ലേലൂയ പറയുന്നത്, നിങ്ങൾ എന്തിനാ സ്തോത്രം പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ അന്യഭാഷയ്ക്ക് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ പിച്ചും പേയും പറയുന്നതൊക്കെ. പക്ഷെ അതെല്ലാം ഒരു ദിവസമായി പറയുന്ന എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ അത് ഓർത്ത് നമ്മൾ അവരെന്ത് പറയുമോന്ന് ഓർത്ത് നമ്മൾ അന്യഭാഷ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. റിയലായിട്ട് ദൈവം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഓർക്കത്തില്ല. നമ്മൾ എപ്പോഴും ആ ദൈവത്തിൽ മാത്രമേ മുറുകെ പിടിക്കത്തുള്ളൂ. നമുക്ക് അന്യഭാഷ പറയുന്നതിൽ ആരുടെ മുമ്പേ നാണക്കേടും ഉണ്ടാവത്തില്ല. സ്തോത്രം അല്ലെ ഹല്ലേലൂയ പറയുന്നതിൽ ആരുടെ മുമ്പേ നാണക്കേടും ഉണ്ടാവത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത് നമ്മൾ ബോൾഡായിട്ട് ദൈവത്തിന്റെ നാമം ഉയർത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ നേരത്തെ ആരോടും ദൈവത്തെക്കുറിച്ച് പറയത്തില്ല, യേശുപ്പച്ചനെ കുറിച്ച് പറയത്തില്ല. ഇപ്പം കാണുന്നവരോടെല്ലാം ഞാൻ പറയും. അന്നേരം ഒരു വ്യക്തി പറഞ്ഞതാണ്, അവർ പോകുന്ന നാമധേയ കെട്ടിൽ നിന്നും നാമധേയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവർ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പെന്തക്കോസിലോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല, മക്കളുടെ കല്യാണത്തിന് അവർ സർട്ടിഫിക്കറ്റ് തരത്തില്ല, അങ്ങനെയൊക്കെ. അന്നേരം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെല്ലാം ഈ ലോകത്തിലുള്ളതാ. അന്നേരം ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ അന്ന് പറയാൻ പറ്റുമോ? അന്ന് ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ എന്ത് ദയനീയമായ അവസ്ഥയായിരിക്കും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. പക്ഷെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. എനിവേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം അവരോട് ഇടപെടട്ടെ. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, പിന്നെ നമ്മൾ ദൈവത്തോട് പറയാം, പിതാവ് അവരെ ആകർഷിക്കട്ടെ. അങ്ങനെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള മിക്കവർക്കും അവർക്കറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ ആരും ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു വരാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളതാ. എല്ലാവരും ഈ പള്ളിയിലെ അല്ലെങ്കിൽ പിന്നെ പട്ടക്കാരുടെ ആയാലും പള്ളിയുടെ ആയാലും ഓരോ കാര്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവർക്ക് അവിടെ നിന്ന് ഇത് കിട്ടും അത് കിട്ടും. പക്ഷെ എല്ലാവരും ചങ്ക് പൊട്ടിക്കിടന്ന് വിളിക്കുന്നുണ്ട്, യേശുപ്പച്ചൻ്റെ വരവ് ഏറ്റവും ആസന്നമായി, നിങ്ങൾ ഒരുങ്ങണം എന്നെല്ലാം പറയുന്നു. അതുമാത്രമല്ല, ലോക സംഭവങ്ങൾ നമ്മൾ എല്ലാം കാണുന്നുണ്ട്. അവിടെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എല്ലാ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ മിക്കവരും വളരെയധികം തണുത്ത് ഈ ലോകത്തിൽ മാത്രം സുഖം വെച്ച് എല്ലാവർക്കും അറിയാം. അവർ മുന്നേറണം, ദൈവത്തെ അറിയണം, അന്യഭാഷ പ്രാപിക്കണം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്, വളരണം, ദൈവത്തോട് അത്രയും അലേർട്ടായിട്ട് നിൽക്കണം എന്നെല്ലാം അറിയാം. എങ്കിൽ പോലും ആ ലോകത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പിടി അവർക്ക് വിടാൻ വയ്യ. അതാണ് മിക്ക മനുഷ്യരിലും കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ഈ നാളുകളിൽ അടുത്തിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും സ്തോത്രത്തെ ജാഗരിക്കുക, നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാത്തിൽ നിന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ TV-യിലൊക്കെ ഇപ്പോൾ വയ്ക്കുവാണെങ്കിൽ സിനിമാ പാട്ടോ ഒക്കെ കാണുമ്പോഴായാലും നമ്മൾ 1-2 വട്ടം കാണുമ്പോഴത്തേനും അത് നമ്മുടെ ഹൃദയത്തിൽ അത് കയറും, സാത്താൻ കൊണ്ടിടും. കാരണം സാത്താൻ നമ്മളെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഇച്ചിരിയെങ്കിലും മാറ്റുന്നതാണെന്നാണല്ലോ സാത്താന്റെ ആ ഒരു തന്ത്രം. സാത്താൻ അത്രയും അലറുന്ന സിംഹം പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക.
അങ്ങനെ കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ അതെന്തോ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പച്ചയായ മനുഷ്യരാണ്. നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ അത് ഇൻഫ്ലുവൻസ്. നമ്മൾ ഒരു കാലത്ത് ഞാനൊരു കാലത്ത് അതിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. വീണ്ടും നമ്മുടെ സാത്താൻ നമ്മളെ പല തന്ത്രങ്ങളിൽ, അതാണ് പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയണമെന്ന്. പിശാചിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി എപ്പോഴും സ്തോത്രം ഉരുവിട്ടുണ്ട്. നമ്മൾ ഏത് മേഖലയായാലും, ഇപ്പം നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പോഴെല്ലാം നമ്മൾ എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിക്കുക. മാക്സിമം നമ്മൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എല്ലാവരോടും മാക്സിമം താഴ്മയുള്ളവരായിരിക്കുക. നമ്മൾ കാരണം ആർക്കും ഒരു ദോഷം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ദോഷം വരാതിരിക്കണം. നമുക്കിപ്പം നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തും. അത് എൻ്റെ ലൈഫിൽ നിന്നുള്ളതാണ്. നേരത്തെ എന്ന് വെച്ചാൽ എന്ത് പാപം ചെയ്താലും എന്ത് ചെയ്താലും എനിക്ക് പാപബോധവും പശ്ചാത്താപവും ഒന്നും വരത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും ഈവൻ ഞാൻ പിള്ളേരോടൊത്തൊന്ന് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ തന്നെ അത് എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. അതാ പറയുന്നത്, നമ്മുടെ ദൈവമായിട്ടുള്ള ആ ഒരു ജേണിയാണ് നമുക്ക് ഭയങ്കര സമാധാനം. അത് ലോകത്തിൽ നിന്നുള്ള ആർക്കും തരാൻ പറ്റത്തില്ല. നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലോ, നമുക്ക് എത്ര പ്രതാപം ഉണ്ടെങ്കിലോ, ഒരു മനുഷ്യർക്കോ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ആർക്കോ തരാൻ പറ്റത്തില്ല ആ ദൈവമായിട്ടുള്ള സ്നേഹം. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമ്മൾ ദാവീദിനെ നോക്കുവാണെങ്കിൽ, ദാവീദ് രാജാവായിരുന്നിട്ട് പോലും ദാവീദിന്റെ എല്ലാ കഷ്ടങ്ങളിലും ഓരോരോ സങ്കീർത്തനങ്ങൾ എഴുതിയ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന് നമുക്ക് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു രാജാവിന് എന്തൊക്കെ പ്രതാപങ്ങളും എത്ര ആൾക്കാരും എന്തൊക്കെ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദാവീദ് അതിലൊന്നും ആഗ്രഹിച്ചില്ല. അതൊന്നിലും ആഗ്രഹിച്ചത് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം ദൈവത്തിനെ മാത്രം വിളിക്കുന്നതും തൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയുന്നതെല്ലാം നമ്മൾ ഓരോരോ സങ്കീർത്തനങ്ങളായിട്ടെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എല്ലാം അതെല്ലാം ദൈവസന്നിധിയിൽ പറയുക. മറ്റുള്ളവരോട് നമ്മൾ പറയാം. നമ്മൾ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ കമ്മലിട്ടെന്നോ അങ്ങനെ ഒന്നും അതൊന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല ദൈവസന്നിധിയിൽ. അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടതാ. ഞാൻ കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒക്കെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എങ്ങനെ അഭിഷേകം പ്രാപിക്കും, എനിക്ക് കമ്മലിട്ടത് കൊണ്ട് സ്വർണ്ണം ഇട്ടത് കൊണ്ട് അഭിഷേകം കിട്ടത്തില്ല എന്ന് എനിക്ക് ഭയങ്കര ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കമ്മൽ കേട്ടിട്ടാണ് അഭിഷേകം പ്രാപിച്ചത്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അതൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ഇതില്ല. നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, നമ്മൾ ദൈവത്തോട് എങ്ങനെയാണ്, ഈ ലോകത്തിൽ കാണുന്നതൊന്നുമല്ല, നമ്മളും ദൈവമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്താണ്, അതാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ നമ്മൾ തീരാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് മാത്രം പറയുക. ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ന്നിരിക്കുക. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. നമ്മൾ തന്നെ ആഗ്രഹിക്കുക, നമുക്ക് ആത്മീയമായി മുന്നേറണം. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്ന സാത്താൻ അവിടെ ജയമെടുക്കും. പിറ്റേ ദിവസം വീണ്ടും സാത്താൻ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ല. വീണ്ടും നമ്മൾ പിന്നെ നമ്മൾ ആത്മീയമായ ഒരു പിന്മാറ്റത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഇപ്പൊ ശാരീരികമായിട്ട് വയ്യെങ്കിൽ പോലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നേരത്തേക്കായാലും ഞാൻ അങ്ങനെ ഒരു ദിവസം നമുക്ക് തീരെ വയ്യെങ്കിലോ ക്ഷീണമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥന കുറഞ്ഞ പിറ്റേ ദിവസം അതുപോലെ സാത്താൻ നമ്മളോട് പോരാടും. പക്ഷെ നമുക്കിപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കും, അന്നേരം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്ന ഒരു കാര്യമാണ്. എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം വയ്യെങ്കിലും ഞാൻ എത്ര ഉറക്കം ഒളിച്ചിരിക്കും അവൻ്റെ കൂടെ. എത്ര ക്ഷീണമാണെങ്കിലും എത്ര വയ്യായികയാണെങ്കിലും ഉറക്കമൊളിച്ച് എന്തായാലും ഞാനിരിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുക്കാതെ, അത് മാറ്റി വെക്കാതെ, നമ്മുടെ വയ്യായികയും പരിമിതികളൊക്കെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാതെ ദൈവത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ മുറുകെ പിടിക്കുക. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പോർക്കളത്തിൽ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള ഒന്നിലും അധികം ആശ്രയം വെക്കാതിരിക്കുക. നമുക്കിപ്പം പണം, ജോലി, അതിലൊന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഈ ലോകത്തിലുള്ള വാരി കൂട്ടാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. വേണ്ടെന്നല്ല, ആവശ്യത്തിന് നമുക്കെല്ലാം വേണം. പക്ഷേ ഇതൊന്നും നമ്മുടെ കൂടെ വരത്തില്ല. നമ്മുടെ ആ ദൈവമായിട്ടുള്ള ബന്ധം, നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നോ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നോ, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്, അത് മാത്രമേ നമുക്കൊരു നിത്യത നമുക്ക് തരത്തുള്ളൂ. അല്ലാണ്ട് ഈ ലോകത്തിലെ നമ്മൾ ഈ കാണുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും നമുക്ക് തരത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കും, അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ അതിനുശേഷം എന്നോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെട്ട് നമ്മൾ ആരെയും കുറ്റം വിധിക്കാതിരിക്കുക.
അവനവൻ ചെയ്യുന്നതിന് അവനവൻ ചെയ്യുന്ന കൂലിക്ക് തക്ക പ്രതിഫലം പിതാവ് കൊടുത്തുകൊള്ളും. നമ്മൾ ആരെയും കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ എന്ത് ഇതായാലും ആരുടെയും ഒരു ഇതിലും ഇടപെടാൻ പോവുകയോ മാക്സിമം ആരുടെ ഒരു ഇതിനും ഒരു കുറ്റങ്ങളും പറയാൻ പോകത്തില്ല. അതെല്ലാം ഓരോ നിമിഷവും ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നതാ. അപ്പൊ ആദ്യമൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഫ്ലഷിൽ നിന്നാണല്ലോ, ഒരു ലൈഫിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ആദ്യമൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഈ ബലഹീനതകളെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ, ഇതിനെല്ലാം ജയിക്കുവാൻ എനിക്ക് ശക്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിനുശേഷം എനിക്ക് അതെല്ലാം ദൈവം ജയിക്കുവാൻ കൃപ തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവസന്നിധിയിൽ ഇരിപ്പാൻ. എന്ത് പ്രശ്നങ്ങൾ വന്നാൽ ആരോടും പറയാതെ വണ്ണം ദൈവസന്നിധിയിൽ ഇരുന്ന് അതിന് ജയമെടുക്കുവാൻ, ഓരോ നിമിഷവും ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ അപ്പ് ആൻഡ് ഡൗൺ വരും, എങ്കിലും വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ എനിക്ക് ദൈവം കൃപ തരുന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സ്ഥാനങ്ങളോ മാനങ്ങളോ വലിയ വീടോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ആ ദൈവവുമായിട്ടുള്ള വാസം. അതാണ് എപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ളത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആത്മീയ കാര്യങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവം തരുമെന്ന് വചനത്തിൽ പഠിപ്പിക്കുന്ന പോലെ ദൈവം എന്നെ വളരെ ശക്തമായി ദൈവം നടത്തുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് മാത്രമേ ഇപ്പൊ പറയാറുള്ളൂ. ഒത്തിരി നേരം പ്രാർത്ഥനയിൽ ഇരിക്കാനും ബൈബിൾ വായിക്കാനും എല്ലാം ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു ഭൗതിക മനുഷ്യനായി ജീവിച്ചതിൽ നിന്നെല്ലാം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ ദൈവം എനിക്ക് ശക്തി തരുന്നുണ്ട്. ഈ ലോകത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഒന്നും മൈൻഡ് ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അതെല്ലാം ഈ ലോകത്തിലുള്ളത്. ഞാൻ എന്തിനാ അത് വറി ചെയ്യുന്നത്? സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് ദൈവം ഒരു തോന്നൽ തരും. ഞാൻ അതുകൊണ്ട് അതിലൊന്നും ഒരു ആശ്രയം വെക്കാതെ എന്ത് പ്രതികൂലമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഈ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വളരെ മനസ്സ് തകർന്നിരിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ആത്മീയമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരായിരിക്കാം, ഒത്തിരി നിങ്ങൾക്ക് സംശയമുള്ളതായിരിക്കാം. നിങ്ങൾ ദൈവസന്നിധിയിൽ കുറച്ചു നേരം ഇരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ വളരെ വ്യക്തമായിട്ട് വേറെ നമ്മളെ കഴിഞ്ഞ് നന്നായിട്ട് ദൈവത്തിന് അറിയാം. അപ്പം ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് തന്നെ ചോദിക്കുക. നമ്മൾ ആത്മീയമായിട്ട് തണുത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചു, ദൈവം നമ്മളെ വിളിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആയാൽ നമ്മുടെ നിത്യത എവിടെയാവും, അല്ലെങ്കിൽ നമ്മുടെ അവസാനം എന്താവും, നമ്മുടെ ആ അന്ത്യനാളിൽ, ആ അന്ത്യവിധിയുടെ നാളിൽ നമ്മുടെ ലൈഫ് എന്താവും എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാം മായയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ തന്നെ ഒരു സെനാരിയോ പോലെ നമ്മൾ വിചാരിക്കുക. നമ്മൾ മരിക്കുന്നു, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്രയും വർഷം ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു, നമ്മുടെ ശവമടക്കാണ്. അന്നേരം വരെയുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒന്നും കൊണ്ടുപോകുന്നില്ല ഇവിടെ. എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മളൊരു സാധനം നമ്മൾ കൊണ്ടുപോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്. അന്നേരം നമ്മുടെ ആ ഒരു വിധി എവിടെ ആയിരിക്കും, നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് എവിടെ ആയിരിക്കും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അതനുസരിച്ച് നമ്മൾ മുന്നേറി. എപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടായാലും എന്ത് പാപം ചെയ്തവരായാലും, ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. ഇത് കൃപായുഗമാണ്. ഇപ്പോഴും നമുക്ക് അനുതപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ അവസരം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വരിക, അനുതപിക്കുക, ദൈവത്തോട് നമ്മുടെ തെറ്റുകൾ നമ്മൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് മനുഷ്യരെ ബോധ്യപ്പെടുത്തി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യരെ ബോധ്യപ്പെടുത്തി അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് നമുക്ക് എത്ര നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും ഒരിക്കലും തൃപ്തി അടയാത്ത ഒരു ഇതാണ് മനുഷ്യൻ. നമുക്ക് പറ്റത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വരിക, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ ആത്മീയമായിട്ട് ഇപ്പോൾ തണുത്തിരിക്കുന്നവരാണെങ്കിൽ, പിന്മാറ്റത്തിൽ പോയിരിക്കുന്നവരാണെങ്കിൽ, നമ്മൾ അറിഞ്ഞ സത്യത്തെ വീണ്ടും മുറുകെ പിടിച്ച് ആ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോടടുത്ത് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒത്തിരി വിഷമങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ എനിക്ക് ഉള്ളതൊന്ന്, ദൈവത്തോടടുത്ത് ചെല്ലുക, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരിക. നമ്മുടെ എന്താവശ്യങ്ങളും ദൈവത്തോട് പറയുക, ദൈവസന്നിധി സമർപ്പിക്കുക. എല്ലാത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. നമുക്ക് ലോകത്തിലുള്ള എന്ന് വെച്ചാൽ ലോകത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് പോകുമല്ലോ, അവരിൽ നിന്ന് കിട്ടുന്നതിനെല്ലാം
നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് എല്ലാ മനുഷ്യരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഇപ്പം ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ഏത് ജാതിയെന്നോ മതമെന്നോ അങ്ങനെയോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒന്നുമില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ചെല്ലണമെന്നാ, ദൈവത്തെ ആരാധിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്ത് വിഷമത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവത്തോട് പറയുക. എല്ലാത്തിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ലോകത്തിലുള്ള വേറെ ഏത് ദൈവങ്ങളൊക്കെ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, അങ്ങനെ ഒന്നും ഒരു ദൈവങ്ങളും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്ക്, ഈ യേശുപ്പച്ചനെ ഒന്ന് വിളിച്ചു നോക്ക്, ഈ ദൈവത്തെ നിങ്ങളൊന്ന് അംഗീകരിച്ചു നോക്ക്. അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ മാറ്റം, ദൈവം നിങ്ങളോട് കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. വേറെ ആരും എന്നോട് പറഞ്ഞിട്ടുള്ള, ദൈവം എന്നിലൂടെ പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമാധാനം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാനിപ്പം തളരത്തില്ല. എനിക്ക് ഒരു ഉറപ്പുണ്ട്, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പിന്നെ എന്തിനാ ഈ സിമ്പിൾ കാര്യത്തിന് വിഷമിക്കണേന്ന് ഓർത്തിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ചെന്നിരിക്കും, ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരു ജഡീകപരമായിട്ടുള്ള പാട്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. പക്ഷെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട്, അത് എന്തുമാത്രം നമ്മുടെ ഹൃദയത്തെ